ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ബൈബിൾ എടുത്ത് 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിലേക്ക് കടക്കാം. 1 തിമോത്തിയോസ് 1-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായി കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. നിത്യ രാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു അപജയം, പ്രത്യേകിച്ച് സഭകൾക്കുള്ളിൽ സംഭവിക്കുന്ന ഒന്ന്, പലപ്പോഴും നമുക്ക് ഈ സുവിശേഷം നമ്മൾ മറന്നുപോകും. സുവിശേഷം വിശ്വസിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിശ്വാസികൾ സുവിശേഷം വീണ്ടും വീണ്ടും കേൾക്കേണ്ട അത്യാവശ്യമുണ്ട്. പലപ്പോഴും നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, ഉപദേശമൊക്കെ പഠിക്കുമ്പോൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ചിന്ത മുഴുവൻ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അനുസരിക്കേണ്ട കാര്യങ്ങൾ, ഇത് മാത്രമാകുമ്പോൾ പലപ്പോഴും പറ്റുന്ന ഒരു കാര്യം സുവിശേഷം മറന്നുപോകും. അവരുടെ വിചാരം ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ദൈവം നമ്മളെ അംഗീകരിക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ദൈവം നമ്മളെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ തത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ലേലും പ്രവൃത്തികളിൽ, നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷം എന്തായി? പ്രവൃത്തികളാലുള്ള രക്ഷയായി. കൃപയാലുള്ള രക്ഷ തത്വത്തിൽ മാത്രമേ ഉള്ളൂ. ജീവിക്കുന്നത് പ്രവൃത്തികളാലാണ് ദൈവം രക്ഷിക്കുന്നത് എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു മതവിഭാഗമായി നമ്മൾ മാറും. പിന്നെ നമ്മളാരും അധികം സുവിശേഷീകരണമൊന്നും ചെയ്യാത്തതുകൊണ്ട് അപ്പോഴും സുവിശേഷം ഓർക്കാറില്ല. ബഹുഭൂരിപക്ഷം സഭകളിലും ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങോട്ട് വന്ന വഴിക്ക് ചെറുപ്പക്കാരൻ പറയായിരുന്നു, സഹോദരൻ പറയായിരുന്നു, പുള്ളി ഇന്നലെ നമ്മുടെ കൂട്ടത്തിൽ കുറേ യൗവനക്കാരോട് ചോദിച്ചു സുവിശേഷം എന്താണ്. 2 പേരെ പറഞ്ഞു. അതാണ് കുഴപ്പം. പലപ്പോഴും വിശ്വാസിയാന്ന് പറയുന്നവർക്ക് പോലും സുവിശേഷം അറിഞ്ഞൂടാ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക്, പ്രത്യേകിച്ച് എന്നെ പോലത്തെ പ്രസംഗകര് ഇടയ്ക്കിടയ്ക്ക് സുവിശേഷം വീണ്ടും വീണ്ടും പ്രസംഗിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മളിങ്ങനെ ഉപദേശമൊക്കെ പഠിപ്പിച്ച് അനുസരണം എന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെയൊക്കെ ചിലരുടെ ഉള്ളിൽ തെറ്റിദ്ധാരണ വളരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അനുസരിച്ച് നല്ല ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം ഭക്തിയിൽ, അല്ലേ? എന്നാലേ കർത്താവ് അവിടെ കയറ്റത്തുള്ളൂ, അല്ലേ? മാനസാന്തരപ്പെടണം, വിശ്വസിക്കണം, സ്നാനപ്പെടണം, പിന്നെ കർത്തൃമേശയിൽ പങ്കെടുക്കണം. അങ്ങനെ നമ്മളിങ്ങനെ മാർക്ക് വാങ്ങിച്ച് പോയാലേ യേശു രക്ഷിക്കൂ. അത് വേറെ ഏതോ യേശു, തിരുവചനത്തിലെ യേശു അങ്ങനല്ല. ഇങ്ങനെ ഓരോന്നൊക്കെ ചാടി വന്നാൽ നിങ്ങളെ ഞാൻ രക്ഷിക്കാമെന്നല്ല അവിടെ പറഞ്ഞത്. അതുകൊണ്ട് മതപരമായ ചിന്താഗതി വളരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വിശ്വാസികൾ ധ്യാനിക്കേണ്ട വിഷയമാണ് സുവിശേഷം. പ്രത്യേകിച്ച് എല്ലാ ദിവസവും പ്രസംഗിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ സാക്ഷ്യം അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു കേട്ടതും ഇന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും. നമ്മളും ഇത് ഇടയ്ക്കിടയ്ക്ക് കേട്ട് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഈ തിമോത്തിയോസിന്റെ ലേഖനം അവിശ്വാസികൾക്ക് എഴുതിയതല്ല. സുവിശേഷീകരണത്തിന് വേണ്ടി പൗലോസ് എഴുതിയ പുസ്തകമല്ലിത്. ഇത് സഭയ്ക്കകത്തെ ദുരുപദേശത്തിനെതിരെ എഴുതിയതാണ്. സഭ എങ്ങനായിരിക്കണം എന്നൊക്കെ ഉള്ള ഉദ്ദേശം കൊണ്ടാണ്. ഞാൻ വരുന്നത് വരെ ദൈവസഭ എങ്ങനായിരിക്കണം എന്ന് ചിട്ടയായിട്ട് പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് തിമോത്തിയോസിന്റെ ലേഖനം. ഈ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് പൗലോസ് പിന്നീട് ഈ സുവിശേഷമൊക്കെ പറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. തുടക്കം താനൊരു അപ്പോസ്തലനാണെന്നും തിമോത്തിയോസിന് വേണ്ട എല്ലാ അനുഗ്രഹമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമസ്കാരവും വന്ദനവും ഒക്കെ ചൊല്ലിയതിനു ശേഷം 3-ാമത്തെ വാക്യത്തിലാണ് ഈ ലേഖനത്തിന്റെ വിഷയം തുടങ്ങുന്നത്. ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചേ. 1 തിമോത്തിയോസ് 1:3 അന്യഥാ ഉപദേശിക്കരുതെന്നും
വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്നു ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ചെലവന്മാരെ മിണ്ടാതിരിപ്പിക്കണം സഭയ്ക്കകത്ത്. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. എങ്ങനെയുള്ളവര്? അന്യ ഉപദേശം പറയുന്നവർ. തെറ്റായ ഉപദേശം പറയുന്ന ഒരു പ്രസംഗൻ വന്നാൽ, ഞാൻ ഒരിക്കൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ലീഡേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എഴുന്നേറ്റ് മൈക്ക് ഓഫ് ചെയ്യണം. അല്ലാതെ പ്രസംഗം എല്ലാം കഴിയട്ടെ, ഒരാൾ വന്നതല്ലേ നമുക്ക് കേട്ടു നോക്കാം, അങ്ങനല്ല. അപ്പം നിർത്തണം. അത് അവരോട് നമ്മൾ ചെയ്യുന്ന സ്നേഹമാണ്, സഭയോടും നമ്മൾ ചെയ്യുന്ന സ്നേഹമാണ്. അന്യ ഉപദേശം പറയുന്നവർ അവരെന്ത് ചെയ്യണം? മിണ്ടാതെയാക്കണം. ഈ ആജ്ഞ തന്നിട്ടാണ് അപ്പോസ്തലൻ മക്കെദോന്യയ്ക്ക് പോയത്. തിമോത്തിയോസേ, ഞാൻ വരുന്നവരെ നീ ഇത് നോക്കിക്കോണം. മൈക്കെടുത്ത് പ്രസംഗിക്കുന്നത് കണ്ട അണ്ടനും അടകോടനൊന്നും ആകാൻ പാടില്ല. സുവിശേഷ സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന പത്യോപദേശം മാത്രമേ പ്രസംഗിക്കുവാൻ പാടുള്ളൂ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ലാതെ തർക്കങ്ങൾക്ക് മാത്രം ഒതുങ്ങുന്ന വേണ്ടാത്തരങ്ങൾ, അല്ലേ? വംശാവലി പഠിക്കുന്നു, കെട്ടുകഥകൾ പറയുന്നു, ചുമ്മാ തർക്കം. ഞാൻ വലിയ പ്രസംഗനാണ്, നീ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ജഡത്തിലെ പ്രസംഗം വിശ്വാസം ഉളവാക്കുന്നില്ല. കേൾക്കുന്നവന് വിശ്വാസം വരുന്നില്ല. അപ്പൊ ഇത് പ്രവൃത്തിയായി പ്രസംഗിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ, എല്ലാ ദുരുപദേശത്തിന്റെയും കാതലായ വിഷയം, നിങ്ങൾ ഇത് ചെയ്താൽ ഇത് കിട്ടും, അല്ലേ? അല്ലാതെ വിശ്വസിച്ചാൽ കർത്താവ് രക്ഷിക്കും എന്ന് പറയുന്നത് ദുരുപദേശമല്ല. എല്ലാ ദുരുപദേശത്തിന്റെയും ആ ഒരു അടിസ്ഥാന സ്വഭാവം ഇതാണ്: നിങ്ങൾ ഇത് ചെയ്യണം, അത് ചെയ്യണം, പ്രസംഗകന്റെ പറച്ചിൽ അനുസരിച്ച് എന്തെങ്കിലും ചെയ്യണം, അവന്റെ സ്തോത്ര കാഴ്ച പൈസ ഇടണം, അല്ലെ അയാൾ പറയുന്ന ഏതെങ്കിലും പൂജാവിധി ചെയ്യണം. ഇതൊക്കെ പെന്തക്കോസ്തുകാരും പറയാറുണ്ട്, പൂജാവിധി പോലത്തെ പരിപാടികൾ, അല്ലേ? അവിടെ നിങ്ങളുടെ അടിസ്ഥാനത്തിന്റെ അവിടെ ഒരു തകിട് കിടപ്പുണ്ട്, വീടിന്റെ കട്ടൻ തറ പൊളിക്കണം, അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പൊ കണ്ടോ, പ്രവൃത്തി. നിങ്ങൾ പ്രവർത്തിച്ചാലേ കർത്താവ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞു, ആത്മീയ കാര്യങ്ങളും അങ്ങനെ എടുത്തടിക്കുന്നവന്മാരുണ്ട്. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യ സ്നേഹമാണോ? അയ്യോ അല്ലല്ലോ. ആണെങ്കിലേ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളില്ലേ ശാപം. അതും പ്രവൃത്തിയാണ്. വിശ്വാസത്താലാണ് ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആദ്യ സ്നേഹമാക്കേണ്ടത്, അല്ലാതെ പോയി 100 കാര്യം ചെയ്യുന്നില്ല. വിശ്വാസത്തിൽ വല്ല പ്രവർത്തിക്കുകയാണ്, അത് വേറെ പ്രവൃത്തി. ഇതങ്ങനല്ല, പ്രവൃത്തി. വിശ്വാസത്തിൽ നിന്നുള്ളവാകുന്ന പ്രവൃത്തിയെ കുറിച്ചുമല്ല അവർ പറയുന്നത്. അപ്പൊ കണ്ടോ, അങ്ങനെയുള്ളവന്മാരെ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിൽ വ്യക്തമായിട്ടുണ്ട് ഇവിടെ. അവരെന്ത് ചെയ്യണം? മിണ്ടാതിരിപ്പിക്കണം. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഞാൻ ഈ 7ാമത്തെ വാക്യം വായിക്കുമ്പോൾ എപ്പോഴും എനിക്ക് മനസ്സിൽ ചിരി വരും. ഇങ്ങനെ പ്രസംഗിക്കുന്നവന്മാരുടെ സ്വഭാവം 7ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു, തങ്ങൾ പറയുന്നത് ഇന്നതെന്ന് സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ലതാനും. അവർ പ്രസംഗിക്കുന്നത് എന്താണെന്നോ അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്നോ അവർക്ക് തന്നെ അറിഞ്ഞൂടാ. ചില പ്രസംഗം കണ്ടിട്ടില്ലേ, അവർക്ക് തന്നെ അറിഞ്ഞൂടാ എന്താ പ്രസംഗിക്കുന്നത്. അപ്പോൾ ധർമ്മോ ഉപദേഷ്ടാവണം, അറിയപ്പെടണം, എന്നാൽ പ്രസംഗിക്കുന്ന ഒരു വിവരവും ഇല്ല. ഇംഗ്ലീഷിൽ നമ്മൾ പറയും എറഗന്റ് ഇഗ്നറന്റ്, മലയാളത്തിൽ പറയും അറിവില്ലാത്ത അഹങ്കാരികൾ. ഒരറിവുമില്ല, വലിയ പഠിപ്പിസ്റ്റാവണം, വലിയ ഉപദേഷ്ടാവാകണം. അങ്ങനെയുള്ളവർ ഈ എഫെസോസ് സഭയിലുണ്ടായിരുന്നു. അവരെയാണ് അപ്പോസ്തലൻ പറയുന്നത്, നീ മിണ്ടാതിരുത്തണം. ഈ എന്തായിരുന്നു അവർ പഠിപ്പിച്ച് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് മനസ്സിലാവും. ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണക്കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കർ, ഭോഷ്കു പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനും അത്രേ വെച്ചിരിക്കുന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ
ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. ഈ പരിജ്ഞാനം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. ന്യായപ്രമാണം പ്രസംഗിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യം വേണം. ഇന്ന് നിങ്ങൾ നോക്കിയ ഒരു ബഹുഭൂരിപക്ഷം പ്രസംഗകരും കള്ളപ്രസംഗം പ്രസംഗിക്കുന്നത് എങ്ങനെയാണ്? പഴയ നിയമത്തിൽ പോകും. പുതിയ നിയമത്തിലെ ഒരു ഉപദേശം അറിവിടാത്തവന്മാരെല്ലാം പഴയ നിയമത്തിൽ പോയിട്ട് ഏതെങ്കിലുമൊക്കെ തോന്നിവാസം എടുത്ത് പ്രസംഗിക്കും. ഒരു സാധാരണ ഉദാഹരണം യാബേസിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയെ കുറിച്ച് ഒരു അറിവില്ലാത്തവന്മാർ പറഞ്ഞ് പ്രസംഗിക്കുന്നു കണ്ടു. 5 സെന്റ് ഉള്ളെങ്കിൽ 10 സെന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതല്ല ആ പ്രാർത്ഥനയുടെ അർത്ഥം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പുതിയ നിയമ ഉപദേശ പ്രകാരം ഒരു ആധാരമില്ല. പക്ഷെ ആളെ കൂട്ടാം, അല്ലേ? ആളെ കൂട്ടാം. ഭൗതിക നന്മയെന്നും പറഞ്ഞ് കുറെ കള്ളന്മാര് പ്രസംഗിക്കാറ്. ഇതൊക്കെ എന്താണ്? പഴയ നിയമം വ്യാഖ്യാനിക്കാൻ അറിഞ്ഞുകൂടാ. പഴയ നിയമം ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? ന്യായോചിതമായി ഉപയോഗിക്കാൻ അറിയണം. അതെന്താ ഉപയോഗം? എനിക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായിരിക്കണം. പഴയ നിയമം എടുത്തു വെച്ചേച്ച് സുവിശേഷം മറന്നുള്ള പ്രസംഗം തെറ്റ്. കാരണം എന്താ? പഴയ നിയമം പഴയ ഉടമ്പടി പ്രവൃത്തിയാലുള്ള ഉടമ്പടിയാണ്. ഇതാ നിങ്ങൾക്കുള്ള 10 കൽപ്പന, നിങ്ങളത് അനുസരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇതാ കനാൻ ദേശം. അനുസരിക്കുന്നില്ലേ? പുറത്തിറങ്ങിക്കോ, അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് എബ്രായ ലേഖനം 8 വായിച്ചാൽ മതി. യെരമ്യാവിൽ നിന്നുള്ള ഉദ്ധാരണം. അന്ന് നിങ്ങൾ മിസ്രയീം വിട്ടപ്പോൾ ഉള്ള ഉടമ്പടി പോലെ അല്ല, ഞാനൊരു പുതിയ ഉടമ്പടി തുടങ്ങാൻ പോകുന്നു. ഇതൊന്നും മനസ്സിൽ വെക്കാതെ പഴയ നിയമത്തിൽപ്പെട്ട ഏറ്റവും മൂലയെടുത്ത് പ്രസംഗിക്കുന്നവന്മാരാണ് ഒരു ബഹുഭൂരിപക്ഷം പേര്. അത് സത്യ സുവിശേഷത്തിന് അനുസാരമല്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പഴയ ജീനിയോളജിയൊക്കെ എടുത്തു വെച്ച്, കെട്ടുകഥകളും അന്തമില്ലാത്ത വംശാവലികളും ഒക്കെ എടുത്തു വെച്ച് പഴയ നിയമം ഉപയോഗിക്കേണ്ട, അതിന്റെ പോലും ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ പ്രസംഗം. അപ്പൊ എന്താ പറ്റുന്നത്? ആളുകള് ആശയക്കുഴപ്പത്തിലായി. അപ്പൊ എങ്ങനെ രക്ഷ? കുറെ നിയമമൊക്കെ നമ്മൾ പാലിച്ചാലാണോ രക്ഷ? അങ്ങനെ ആകെ കൂടെ ആശയക്കുഴപ്പം വരുത്തുന്നവന്മാരാണ് ഈ ആദ്യം പറഞ്ഞവന്മാര്, അഹങ്കാരികളും അറിവില്ലാത്തവരും. വലിയ പ്രസംഗകനാകണമെന്ന് പേരുണ്ട്, പക്ഷെ വചനത്തെക്കുറിച്ച് ഒരു അന്തവുമില്ല കുന്തവുമില്ല. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? മിണ്ടാതിരിപ്പിക്കണം. അയ്യോ, അയാൾക്ക് വലിയ അത്ഭുതം പ്രവർത്തിക്കുന്ന കൃപയുണ്ടല്ലോ, അവൻ പോയി അത്ഭുതം പ്രവർത്തിക്കട്ടെ, പ്രസംഗിക്കാൻ അവനായില്ല, അല്ലേ? അപ്പൊ കണ്ടോ, സുവിശേഷത്തോട് ചേർന്ന് വേണം എല്ലാ പ്രസംഗവും. പുതിയ നിയമത്തിലെ വിശുദ്ധിയെക്കുറിച്ചും വേർപാടിനെ കുറിച്ചും അനുസരണത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുമ്പോഴും അടിസ്ഥാനം എന്താണ്? പ്രവർത്തികളാലല്ല, കൃപയാൽ അത്രേ രക്ഷ എന്ന് മറക്കരുത്. ഇത് പ്രസംഗങ്ങൾക്ക് മാത്രമല്ല, പ്രസംഗം കേൾക്കുന്ന നിങ്ങൾക്കും ബാധകമാണ്. എങ്ങനെ പ്രസംഗം കേൾക്കണമെന്നും കൂടെ ഞാൻ അതിലൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം പഴയ നിയമം എടുത്തു വെച്ച് സുവിശേഷത്തിന് വിരോധമായ രീതിയിൽ അന്നത്തെ കാലത്ത് അവർ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് പൗലോസ് പിന്നീട് തൻ്റെ സാക്ഷ്യം പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ അപ്പൊ ആ 12 മുതൽ ഞാനൊന്ന് വായിക്കട്ടെ. എനിക്ക് ശക്തി നൽകി ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പൊ കണ്ടോ, ഈ സഭയിലുള്ളവരോടെല്ലാം ഈ ന്യായപ്രമാണം എടുത്തു വെച്ച് തെറ്റിദ്ധാരണ ഉളവാക്കിയ ഈ സഭയോട് പൗലോസ് വിളിച്ചു പറയുകയാണ്, ഞാൻ പണ്ട് ആരായിരുന്നെന്നറിയാവോ? എൻ്റെ സാക്ഷ്യം നിങ്ങൾക്കറിയാവോ? ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടെന്നറിയാവോ? ഞാൻ ന്യായം
പ്രമാണം എല്ലാം അരച്ചു കുലുക്കി 1-ാം റാങ്ക് വാങ്ങിച്ചത് കൊണ്ടല്ല. അങ്ങനെ ചെയ്തില്ലെന്ന് മാത്രമല്ല, അവിടെ എന്തായിരുന്നു? ഞാൻ ദൂഷകൻ എന്ന് പറഞ്ഞാൽ ദൈവദൂഷണം പറയുന്നവൻ. ദൂഷകൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ്, ദൈവത്തെ തെറി വിളിക്കുന്നവൻ എന്നാണ് അർത്ഥം. പച്ച മലയാളത്തിൽ പറഞ്ഞു ദൂഷണം, ബ്ലാസ്ഫമി അല്ലെ, ദൈവ നിന്ന, ദൈവ നിഷേധം കാണിച്ചവനായിരുന്നു. ഉപദ്രവം, ഞാൻ സഭയെ തല്ലി കൊല്ലാൻ വേണ്ടി നടന്നവനായിരുന്നു അല്ലെ. നിഷ്ഠൂരൻ, ക്രൂരനായിരുന്നു. ഇതൊക്കെയാണോ അപ്പോസ്തലൻ? നമ്മൾ വിചാരിച്ച അപ്പോസ്തലൻ ഭയങ്കര ഭക്തനായിരിക്കും, 10,000 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവനായിരിക്കും, ജീവിതത്തിൽ ഇന്നേ വരെ പാപമൊന്നും ചെയ്യാത്തവരായിരിക്കും അല്ലേ? നമ്മളങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. സ്റ്റേജിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രസംഗിക്കുന്ന എന്നെ പോലെ ഒരാളെ കുറിച്ച് നിങ്ങളൊക്കെ അങ്ങനെയല്ലേ ചിന്തിച്ചു വെച്ചിരിക്കുന്നു? അയ്യോ, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നിരിക്കുന്നു അല്ലേ? സാധാരണ നമ്മൾ അങ്ങനെയൊക്കെയാ വിചാരിക്കുന്നത്. കൃപയെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം, ഓ അയാൾ യേശുവിന്റെ വലിയ ആളാ, അയാൾക്കൊന്നും പാപം എന്താണെന്ന് അറിഞ്ഞിട്ട്. പണ്ടൊരിക്കൽ എൻ്റെ കുറെ കൂട്ടുകാരെന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഓ അവനോട് ഈ വിഷയമൊന്നും സംസാരിക്കാൻ വേണ്ട, അവൻ ആ വിഷയത്തിൽ പ്രലോഭനമൊന്നും വരാറില്ല. എൻ്റെ കൂടെ നടക്കുന്ന ഒരു സഹോദരൻ സഹോദരിയാണ് പറഞ്ഞത്. അപ്പം ഞാൻ പിന്നെ എവിടെ നിന്ന് പൊട്ടിമുള, എനിക്ക് ഞാൻ ജഡരക്തമൊന്നും അല്ലേ, എനിക്ക് ആ പ്രലോഭനമൊന്നും വരാറേ ഇല്ല. എന്തൊരു മൂഢത്തരമായി പറയും. എല്ലാ പ്രലോഭനങ്ങളും എല്ലാവർക്കും വരും. യേശു ക്രിസ്തു എല്ലാ രീതിയിലും പരീക്ഷിക്കപ്പെട്ടവൻ. നമ്മുടെ ഒരു ചിന്താഗതി, ചില വലിയ വിശുദ്ധന്മാർക്കൊന്നും പാപമായിട്ടൊന്നും ഒരു പ്രശ്നവുമില്ല. അവരിങ്ങനെ, ഇപ്പം നിങ്ങളുടെ വിചാരം അതായിരിക്കും, ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ബൈബിൾ സ്റ്റഡി, പിന്നെ ഒരു 10,000 മണിക്കൂർ പ്രാർത്ഥന, ഇങ്ങനെ പ്രസംഗം. നമ്മുടെ വിചാരം അങ്ങനെയാണ്. വിശുദ്ധന്മാരൊക്കെ അങ്ങനെയാണ്. അയ്യോ പാപം എന്താന്ന് അവർക്ക് അറിഞ്ഞു. നമ്മളൊക്കെയാണ് പാപികൾ. നമ്മളിങ്ങനെ പാപമൊക്കെ ചെയ്തിട്ട് സൺഡേ വന്നിട്ട് നമ്മൾ കിടന്ന സർക്കസാണ്. ഇവിടെ അപ്പോസ്തലൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇനി വേറെ ആരും വേണ്ടല്ലോ, എന്നെക്കാളും വേണ്ട ആരുമില്ല. ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. രക്ഷിക്കപ്പെടാൻ മാനുഷിക നീതിയും അനുസരണവും ഭക്തിയൊക്കെയാണ് മാനദണ്ഡമെങ്കിൽ ഞാൻ ഒരു കാലത്തും രക്ഷിക്കപ്പെടത്തില്ല. അങ്ങനെ എനിക്ക് രക്ഷിക്കപ്പെടാൻ ഒരു വകയുമില്ലായിരുന്നു. ഞാനൊരു ഉപദ്രവിയായിരുന്നു അല്ലെ. ദൈവസഭയെ ഉപദ്രവിക്കുന്ന വ്യക്തിയായിരുന്നു അപ്പോസ്തലൻ. ഒരു വാക്യം നമുക്ക് വായിക്കാം. ഗലാത്യലേഖനം 1:13-14 നമുക്ക് വായിച്ചു കേൾക്കാം. ആരെങ്കിലും ഒരാളൊന്ന് വായിക്കണേ. ഗലാത്യലേഖനം 1-ാം അധ്യായം 13-14. യഹൂദനായിരുന്ന ഞാൻ മുൻപേ എൻ്റെ യഹൂദ മതത്തിൽ നടന്നിരുന്നത് എങ്ങനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എങ്ങനായിരുന്നു? വായിച്ചേ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് സഭയെ ഉപദ്രവിക്കുന്നവനായിരുന്നു, മുടിക്കുന്നവനായിരുന്നു. എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവുള്ള, എന്റെ മതത്തിനു വേണ്ടി എനിക്ക് നല്ല എരിവുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ എരിവ് കയറി സമപ്രായക്കാരായ എന്റെ സ്വജനക്കാരെക്കാളും ഞാൻ മറ്റുള്ളവരെക്കാളെല്ലാം മുൻപന്തിയിലായിരുന്നു എന്റെ യഹൂദ മതാചാരണം വെച്ച് നോക്കിയാൽ. അത് കഴിഞ്ഞ് 23-24 വായിച്ചേ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ പൗലോസിനെ കുറിച്ച് സഭയിലുള്ളവർ പറഞ്ഞു തന്നു. 23-24. മുൻപേ നമ്മെ ഉപദ്രവിച്ചവൻ മുൻപേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു. ഇപ്പൊ കണ്ടോ, ആ പഴയതൊന്നും ആളുകൾ മറന്നില്ല. പണ്ടത്തെ നമ്മുടെ വില്ലൻ ഇപ്പൊ നമുക്ക് വേണ്ടിയൊക്കെയാ അല്ലെ എന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇപ്പോ പൗലോസ് ഒരു സാധാ ഒരു മര്യാദ പാപിയൊക്കെ ആയിരുന്നു. സൺഡേ സ്കൂളിലൊക്കെ പോകുമായിരുന്നു. ഒരു 7ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. പാപം എന്താണെന്നേ അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളൊരു വ്യക്തിയെ അല്ല പൗലോസ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പൗലോസ് ഉണ്ടായിരുന്നെങ്കിൽ പൗലോസിന്റെ സാക്ഷ്യം എന്തായിരുന്നു? ഞാനൊരു RSSകാരനായിരുന്നു. ഞാൻ മിഷണറിമാരെയൊക്കെ കൊന്നിട്ടുണ്ട്. പല സഭകളും അടച്ചു പൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ എന്തോ പറയും? അയ്യോ വിശുദ്ധം വന്നിരിക്കുന്നത് പറയും. അത്ഭുതം. അതാണ് പൗലോസ്. നമ്മൾ പലപ്പോഴും പൗലോസിനെ വിശുദ്ധനാക്കി ക്രിസ്തീയ പൗലോസ് മാത്രം നമ്മുടെ മനസ്സിലുള്ളൂ. ശരിക്കും പൗലോസ് ഇന്നൊരു RSSകാരൻ
വല്ല ഉത്തരേന്ത്യയിലേക്ക് RSS പാസ്റ്റർമാരെ തല്ലിക്കൊല്ലുന്ന, മിഷണറിമാരെ തല്ലിക്കൊല്ലുന്ന അങ്ങനത്തെ ഉപദ്രവകാരി, അങ്ങനെയുള്ളവർക്ക് രക്ഷിക്കപ്പെടാൻ പറ്റൂ? അവരൊക്കെ സുവിശേഷ വിരോധികൾ, ദൈവം അവരെയൊക്കെ അടിച്ചു കൊല്ലണം എന്നല്ലേ ചിലരുടെയൊക്കെ പ്രാർത്ഥന, അല്ലെ? നരേന്ദ്രമോദി രക്ഷിക്കപ്പെടുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? അയാള് തൊലഞ്ഞു പോകും, അല്ലെ? അങ്ങനെ ഒരു അമ്മച്ചി ഒരിക്കൽ പ്രാർത്ഥിച്ചത് അറിയാതെ വാട്സാപ്പിലിട്ട് ലോകം മുഴുവൻ കേട്ട് ക്രിസ്ത്യാനികളുടെ മനസ്സിലിരിപ്പ് പുറത്തായി, അല്ലേ? അപ്പൊ നമുക്കതൊന്നും വിശ്വാസമില്ല. ഉപദ്രവകാരിയായിരുന്നു, മുടിക്കുവാൻ ഇറങ്ങി തിരിച്ചവനായിരുന്നു. പിന്നെ പറഞ്ഞിരിക്കുകയാണ് നിഷ്ഠൂരനായിരുന്നു. പൗലോസ് പലരെയും കൊല്ലുകയും കാരാഗ്രഹത്തിൽ അടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിച്ചാൽ ഈ പൗലോസ് നമ്മുടെ സഭയെ പ്രസംഗിക്കുമ്പോൾ നമ്മളെന്തോ ചെയ്യും? അന്നത്തെ കാലത്ത് പൗലോസ് പ്രസംഗം എടുത്ത് കയറി നിന്ന് നോക്കുമ്പോൾ ആണ്ടിരിക്കുന്നു മറ്റേ ആന്റിയുടെ മോനെ ഞാനാ പോകുന്നത്. ഇപ്പോഴത്തെ ആണ്ട് വേറൊരു സഹോദരി, ആ സഹോദരിക്ക് ഭർത്താവില്ല, അവനെ ഞാനാ കാരാഗ്രഹത്തിലാക്കി. നമ്മളൊക്കെയാണ് എന്തോ ഈ കുറ്റബോധം പേറി സഭയുടെ മുന്നിൽ പോയിട്ട് ബാക്കിൽ പോലും ഇരിക്കില്ല നമ്മൾ. അപ്പൊ കണ്ടോ, പ്രവൃത്തികളാലാണ് രക്ഷയെങ്കിൽ പൗലോസിന് വല്ല വകയുണ്ടോ? പക്ഷെ ആ വ്യക്തിയെയാണ് കർത്താവ് ആരാക്കിയത്? കൃപയുടെ അപ്പോസ്തലനാക്കിയത്. ഇത് പഠിക്കേണ്ട പാഠമാണ്, അല്ലേ? ഇവിടെ 15-ാം വാക്യമാണ് നമ്മൾ പഠിക്കാൻ നോക്കുന്നത്. പാപികളെ രക്ഷിപ്പാൻ ക്രിസ്തുയേശു ലോകത്തിൽ വന്നു. ആരെ രക്ഷിപ്പാൻ? നീതിമാന്മാരെ രക്ഷിപ്പാൻ, അല്ലേ? ബൈബിൾ സ്റ്റഡിക്കൊക്കെ വരുന്നവരെ രക്ഷിപ്പാൻ, കാണാ പറയുന്നവരെ രക്ഷിപ്പാൻ. 3 മണിക്കൂറും നിശ്ചയമായും പ്രാർത്ഥിക്കുന്നവരെ രക്ഷിപ്പാൻ, അങ്ങനെ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. പാപികളെ രക്ഷിപ്പാൻ. അപ്പൊ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 5:30 മുതൽ 32 ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 30 മുതൽ 32. പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഗുരു എന്തോന്ന് ഗുരുവിടെ ഇത്, അല്ലേ? വലിയ ആത്മീയ ഗുരു എന്ന് പറഞ്ഞിട്ട് കൂടെ അടങ്ങുന്നവന്മാരൊക്കെ ചുങ്കക്കാരും വേശ്യകളും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു മത ഗുരു എന്ന് നമ്മളെന്താ പറയും? കണ്ട ചപ്പ് ചവർ ആളുകളൊക്കെ പോകുന്ന സ്ഥലം, അല്ലേ? നമ്മൾ സാധാരണ ഒരു മതപരമായ ഗുരു എന്ന് പറഞ്ഞാൽ എല്ലാ വിശുദ്ധന്മാരും നീതിമാന്മാരും വരുന്ന സ്ഥലം, അല്ലാതെ ചുങ്കക്കാരും പാപികളും ഒന്നും അങ്ങനെ വന്നിരുന്ന അതൊന്നും വിശ്വാസം. അപ്പൊ ഈ ഗുരു എന്തോ തരികിടയാന്നല്ലേ എൻ്റെ അർത്ഥം? ഇയാളും ഏതോ പാപിയാണ്, അല്ലേ? വിശുദ്ധന്മാരെല്ലാം ലോകത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്, അല്ലെ? എന്നെ തുടർന്ന് ഞാൻ അശുദ്ധനായി പോകും, മാറിപ്പോകും. അതായിരുന്നു പരീക്ഷന്മാരുടെ ചിന്താഗതി. അപ്പോഴാണ് യേശു കണ്ണി കണ്ട ഈ നമ്മുടെ ഭാഷ പറഞ്ഞ ഈ കൊള്ളാത്തവന്മാരുടെ ഒക്കെ കൂടാക്കാൻ നടക്കുന്നത്, അല്ലേ? യേശു നമ്മുടെ മുക്കിലിരിക്കുകയാണെങ്കിൽ യേശുവിന്റെ കൂടെ ഉള്ള ആരാണ്? മിനിഞ്ഞാന്ന് ജയിലിൽ നിന്ന് പരോളി വന്നവനും ബസ് സ്റ്റാൻഡ് ശാന്തയും ഒക്കെയാണ് യേശുവിൻ്റെ കൂടെ. ഇതെന്തോന്ന് ഗുരു? അതാണ് അവരോട് ഒന്നിവിടെ നിങ്ങൾ വലിയ വിശുദ്ധൻ, പുതിയ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ടേ നിങ്ങളുടെ കൂട്ടുകാരെല്ലാം സമൂഹത്തിലെ ഏറ്റവും മാറ്റി നിർത്തപ്പെടേണ്ടവരാണല്ലോ. അപ്പോ ശിഷ്യന്മാർക്ക് മറുപടി അവിടെ കർത്താവ് തന്നെ മറുപടി പറഞ്ഞു. അടുത്ത വാക്യം, ഞാൻ വൈദ്യനാണ്, സൗഖ്യമുള്ളവരുടെ അടുത്ത് വന്നിട്ട് എനിക്കൊരു കാര്യമില്ല, ദീനക്കാർക്കടുക്കലാണ് ഞാൻ വരുന്നത്. അടുത്ത വാക്യം, നീതിമാന്മാരെ അല്ല പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കുവാനാണ് വന്നത്. കണ്ടോ, പാപികളെ രക്ഷിക്കുവാനാണ് കർത്താവ് കടന്നത്. യോഹന്നാൻ 3:16-17. 16 എല്ലാവർക്കും അറിയാം, 17 അറിയാവോ? യോഹന്നാൻ 3:16 കാണാൻ പഠിക്കും, 17 അറിയാവോ? അറിഞ്ഞൂടാ? അപ്പൊ അതും വായിക്കണം. യോഹന്നാൻ 3:16-17. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. പാപത്തിൽ വീണുപോയ ലോകം, ദൈവത്തിന് വിരോധമായി നടക്കുന്ന, ദൈവനിന്ദ കാണിക്കുന്ന, ദൈവനിഷേധം കാണിക്കുന്ന ലോകത്തെ കർത്താവ് ദൈവം എത്രമാത്രം സ്നേഹിച്ചു, തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു, രക്ഷിക്കുവാൻ വേണ്ടി സ്നേഹിച്ചു. അടുത്ത വാക്യം, ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, കുറ്റം വിധിക്കുവാനല്ല, പകരം
രക്ഷിക്കപ്പെടുവാനത്രേ. കേട്ടോ, ലോകത്തെ വന്നിട്ട് നീതിമാന്മാരല്ലെങ്കിൽ പോരട്ടെ, നീതി കെട്ടവന്മാരെയൊക്കെ അങ്ങ് ചുട്ടുകളഞ്ഞ് എന്ന് പറയാനല്ല കർത്താവ് ആദ്യം വന്നത്. അത് രണ്ടാം വരവിലാണത്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ നീതി കെട്ടവന്മാരെയൊക്കെ ചുട്ടുകളയും. എന്നാൽ ഒന്നാമത് കർത്താവ് വന്നത് രക്ഷിക്കുവാനാണ്. അപ്പൊ രക്ഷിക്കാൻ വരുമ്പോൾ വിധിക്കപ്പെട്ടുകൊണ്ടിരുന്ന ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കാനായിട്ട് കടന്നു വന്നു. അപ്പൊ അവിടെ പാപികളെയാണ് രക്ഷിക്കുന്നത്. വേറെ ഞാൻ അത്ര പാപിയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. കേട്ടോ, നമ്മളെല്ലാവരും പാപികളാണെന്നുള്ള ബോധ്യം വേണം. വേറൊരുവനാൽ രക്ഷിക്കപ്പെടേണ്ട അവസ്ഥയിലാണ് നമ്മളെല്ലാവരും. അതിൽ കൂടിയവനും കുറഞ്ഞവനും ഇല്ല, ഒരു നീതിമാനും ഇല്ല. പാപികളെ രക്ഷിക്കുവാനായിട്ടാണ് കർത്താവ് കടന്നു വന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോസ്തലന്റെ ആ ഒരു ഏറ്റുപറച്ചിൽ കണ്ടോ, പാപികളിൽ ഞാനൊരു 1000 അല്ലെങ്കിൽ 2000 ഒക്കെ ആയിരിക്കും. അത്ര പാപിയൊന്നുമല്ല ഞാൻ. ഒന്നാമൻ എന്നൊക്കെ പറയുന്നത് എന്താ? നമ്മൾ എത്ര പേര് അങ്ങനെ പറയും? ഒന്നാമത്തെ പാപി എന്ന് പറഞ്ഞാൽ പാപത്തിൽ ഇതിനപ്പുറം വേറെ ആരും പാപം ചെയ്തിട്ടില്ല. കർത്താവ് ഭൂമിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നരകത്തിൽ പോകുവാൻ ഏറ്റവും യോഗ്യൻ, 1-ാം റാങ്ക് എനിക്കാണെന്ന് നമ്മൾ എത്ര പേര് പറയും? അപ്പോസ്തലൻ പറയുന്നുണ്ട് അല്ലേ? അപ്പോസ്തലൻ പറയണേ ഞാനാണ് ഒന്നാമൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്നെ രക്ഷിക്കാനാണ്. നിങ്ങളെയൊന്നും അല്ല, എന്നെ രക്ഷിക്കാനാണ്. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. ശരിയായ സുവിശേഷം രുചിച്ചറിഞ്ഞ ഏതവനും പറയുന്നത് എന്നെ രക്ഷിക്കാനാണ്. അല്ലെ? പാപത്തെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം കടന്നു വന്നു. അയ്യോ കർത്താവേ, നീ ഇല്ലെങ്കിൽ ഞാൻ പോക്കാം. ഇത് സമ്മതിക്കാൻ പറ്റാത്തവരാണ് മതത്തിന്റെ പാതയിൽ പോകും. അത്ര കുഴപ്പമൊന്നുമില്ല, ഒരു 4 പ്രാർത്ഥനയും ഒരു 3 അനുസരണമൊക്കെ വെച്ച് ഞാനൊക്കെ എത്തും, പിന്നെ അല്ലാതെ സ്വർഗം ഞാനില്ലാതെ എത്തുന്നു സ്വർഗം എന്ന് ചിന്തിക്കുന്ന അഹങ്കാരികൾ രക്ഷിക്കപ്പെടത്തില്ല. അവർ മതത്തിലും അവരുടെ സ്വയപ്രയത്നത്തിലും സ്വന്തം നീതിയിലും ആശ്രയിച്ചിരിപ്പാണ്. ചിലരൊക്കെ അങ്ങനെ പറഞ്ഞു വെച്ച് വിശ്വസിക്കപ്പെട്ട സഭയിലൊക്കെ വന്നിരിപ്പുണ്ട്. ഞാൻ സ്നാനപ്പെട്ടതാണല്ലോ, സ്നാനപ്പെട്ടാൽ രക്ഷിക്കപ്പെടും. സ്നാനത്തിനൊന്നും ഒരു മാർക്കുമില്ല അവിടെ. സ്നാനം വേണ്ടെന്നല്ല ഈ പറയുന്നത്. പക്ഷെ സ്നാനത്താൽ രക്ഷ ഒരിടത്തും പുതിയ നിയമത്തിൽ പറയുന്നില്ല. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടും, അത് വേറെ വിഷയം. ഇന്ന് ചിലരുടെയൊക്കെ വിചാരമാണ്, ഞാൻ ഏറ്റു പറഞ്ഞാണല്ലോ, സ്നാനപ്പെട്ടതാണല്ലോ, ദശാംശം കൊടുക്കുന്ന ആളാണല്ലോ, പിന്നെ ഒരു ഔട്ട്റീച്ചിനും പോകുന്ന ആളാണ്, എന്നെയൊക്കെ പിന്നെ കർത്താവ് രക്ഷിച്ചില്ല, പിന്നെ ആരെ രക്ഷിക്കും? അങ്ങനെ ചിന്തിക്കുന്ന അഹങ്കാരികൾ രക്ഷിക്കപ്പെടത്തില്ല. കർത്താവിനെ രുചിച്ചറിഞ്ഞ അപ്പോസ്തലൻ പറഞ്ഞു കേട്ടോ, ഞാനാണ് ഒന്നാമത്തെ പാപി, എനിക്ക് രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തു അല്ലാതെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. കർത്താവ് ഭൂമിയിലേക്ക് വന്നതിന്റെ ഏറ്റവും ആദ്യ ഉദ്ദേശം എന്നെ രക്ഷിക്കാൻ. കാരണം എന്നെപ്പോലൊരു പാപി വേറെ ഇല്ല. നമ്മുടെയൊക്കെ സാക്ഷ്യം അതാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളത്തോട് ചോദിക്കണം. കാരണം നമ്മളൊക്കെ ഈ ബുദ്ധിപരമായി ആമേൻ ആമേനൊക്കെ പറയും. ഉള്ളിന്റെ ഉള്ളിലാണ് ഈ അഹങ്കാരം കിടക്കുന്നത്. ഉള്ളിന്റെ ഉള്ളിലാണ് ഈ അഹങ്കാരം. എന്തുകൊണ്ടാണ് പലരും രക്ഷിക്കപ്പെടാത്ത? നമ്മൾ സുവിശേഷമൊക്കെ എത്ര വർഷങ്ങളായിട്ട് പറഞ്ഞു രക്ഷിക്കപ്പെടാത്ത ഈ ഉള്ളിന്റെ ഉള്ളിൽ ഈ അഹങ്കാരമുണ്ട്. സമ്മതിക്കാൻ വയ്യ. അങ്ങനെ എന്നെ കൊണ്ട് രക്ഷിക്കപ്പെടാത്ത പ്രവൃത്തി യേശു ചെയ്തൊന്നും അങ്ങനെ വിച്ചക്കാരനാകാൻ എന്നെ കൈ കിട്ടത്തില്ല. അല്ലെ? ദാനത്താലുള്ള രക്ഷയൊന്നും എനിക്ക് വേണ്ട. ഒരു 50% കർത്താവ്, ഒരു 50% ഞാനുമാണ്. സുഖമല്ലേ? നീയും ഹാപ്പി, ഞാനും ഹാപ്പി. ഇതാണ് മനുഷ്യന്റെ മതം പഠിപ്പിക്കുന്നത്. എന്നാൽ സുവിശേഷം അതല്ല. രക്ഷിക്കപ്പെടുവാൻ ഈ നാമം ഒഴികെ വേറൊരു നാമവും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. യേശുവിൽ വിശ്വസിക്കാതെ രക്ഷയില്ല പ്രിയപ്പെട്ടവരെ. അതിന്റെ കാരണം ആർക്കും സ്വമേധ രക്ഷിക്കപ്പെടുത്തുവാൻ കഴിയില്ല. അല്ലാതെ കർത്താവ്, ചിലർ പറയും എന്താ ഒരു മാർഗം മാത്രം. ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണല്ലോ നിങ്ങളുടെ ദൈവം. ഇടുങ്ങിയ ചിന്താഗതിയല്ല, വേറൊരു വഴിയുമില്ല. ഒരു കപ്പൽ മുങ്ങുമ്പോ ഒരു ദ്വാരമിട്ട് പുറത്ത് ചാടാൻ പറയും. ഇടുങ്ങിയ ചിന്താഗതിക്കാരൻ. ഒരു 10 കുഴിയിട്ടെ എന്താ പറ്റും? വെള്ളത്തിനകത്ത് നിങ്ങൾ മുങ്ങിച്ചാവും. വേറൊരു വഴിയുമില്ല. ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. കാരണം വേറൊരു വഴിയിലൂടെയും ആരും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത് പാപികളെ രക്ഷിക്കുവാൻ. അതിൽ ഒന്നാമൻ ഞാൻ. അത് കഴിഞ്ഞു പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ദൈവത്തിലേക്കണം. യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക്
അപ്പൊ നമ്മളെല്ലാവരും ആയേ അല്ലെ? നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി വിശ്വസിച്ച് കടന്നു വന്നവരാണല്ലോ അല്ലെ? നമ്മളോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. അന്ന് പൗലോസ് രക്ഷിക്കപ്പെട്ടതിന് ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയോ? ഈ പൗലോസിൽ വെളിപ്പെട്ടു വരുന്ന കർത്താവിന്റെ ദീർഘക്ഷമ നിങ്ങൾക്കുള്ള ഒരു ദൂതാണ്. ഇതൊരു ദൃഷ്ടാന്തമാണ്. മനസ്സിലായോ? അതിനാ ഈ വേദവാക്യം എടുത്തിരുന്നത്. നിങ്ങൾക്ക്, എനിക്കും നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാണ് എന്ത്? പൗലോസിനോട് ഞാൻ കാണിച്ച ദീർഘക്ഷമ നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. സഭയെ തല്ലിപ്പൊളിച്ച് കൊലവിളിച്ച് നടന്ന ഇവനോട് ഞാൻ ക്ഷമിച്ചെങ്കിൽ, ഇവനോട് ഞാൻ കൃപ കാണിച്ചെങ്കിൽ എനിക്ക് നിങ്ങളോടും കാണിക്കാൻ കഴിയും. പൗലോസിനോട് ചോദിക്കാൻ, പൗലോസേ, എന്നെ പോലത്തെ പാപിക്കൊക്കെ രക്ഷിക്കപ്പെടാൻ പറ്റുമോ? നീ എൻ്റെ ജീവിതം നോക്ക്. ഞാനാണ് ഒന്നാമത്തെ പാപി, ഒന്നാമൻ, പാപത്തിൽ ഒന്നാമനായി എന്നോട് കർത്താവ് കാണിച്ച ദീർഘക്ഷമ നിങ്ങളെല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് കർത്താവ് കരുണ കാണിച്ചത്. അപ്പൊ പൗലോസ് രക്ഷിക്കപ്പെട്ടു, ശരി, നല്ല കാര്യം, ഭയങ്കര അത്ഭുതം തന്നെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനുള്ളതല്ല. പൗലോസിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് നമുക്കെല്ലാവർക്കും ഒരു ദൃഷ്ടാന്തമാണ്. ഏത് പാപിയെയും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിക്കുവാൻ കഴിയും. അയ്യോ, ഞാനൊരു പന്ന പാപിയ, അങ്ങനൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഏറ്റവും ഒന്നാമനായ പാപിയെ രക്ഷിച്ചു. ഉദാഹരണത്തിന് നമ്മളെല്ലാം 10ാം ക്ലാസ്സിൽ പഠിക്കാന്ന് വെച്ചോ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് നോക്കുക. 12 സബ്ജക്റ്റിലും വട്ടപൂജ്യം അല്ലേ? എല്ലാ പരീക്ഷയ്ക്കും തോറ്റ് തുന്നമ്പാടി ഇരിക്കുമ്പോൾ നല്ലൊരു ടീച്ചർ വന്ന് ആദ്യം ഇവനെ തന്നെ അങ്ങ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. അടുത്ത പരീക്ഷയ്ക്ക് ഇവൻ എല്ലാ പരീക്ഷയ്ക്കും നല്ല മാർക്ക്. അപ്പം നമ്മൾ പോവുകയാണ്, ടീച്ചറെ എല്ലാ പരീക്ഷയ്ക്കും 3 സബ്ജക്റ്റ് ഞാൻ തോക്കും, ടീച്ചർക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അപ്പൊ ടീച്ചർ പറയും, ഇവനെ നോക്കിയാ 12 സബ്ജക്റ്റിലും തോറ്റ ഇവനെ ഞാൻ കരക്കെടുപ്പിച്ചെങ്കിൽ 3 സബ്ജക്റ്റായി നീയാണോ എനിക്ക് പാട് എന്ന് പറയുന്നത് പോലാണ് കർത്താവ് പറയുന്നത്. പൗലോസിനെ കണ്ടല്ലോ, ഇതുപോലെ സ്വയനീതിയിൽ രക്ഷ പ്രാപിക്കുവാൻ പ്രവർത്തിച്ച വേറൊരു വ്യക്തിയില്ല. ഇതുപോലെ ന്യായപ്രമാണം പാലിക്കുവാനായിട്ട് തൻ്റെ സ്വജനക്കാരിൽ തുല്യപ്രായക്കാരിൽ ഇതുപോലെ എരിവോട് നടന്നവൻ വേറെയില്ല. ഇതുപോലെ തന്റെ തീക്ഷ്ണത നിമിത്തം സഭയെ തല്ലിക്കൊല്ലാനായി ഇറങ്ങിത്തിരിച്ചവൻ വേറെയില്ല. അല്ലേ? പ്രവൃത്തിയാൽ രക്ഷ പ്രാപിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒന്നാമൻ പൗലോസായിരുന്നു. അത്രയ്ക്ക് നീതിയോടെ നടന്നവൻ. പക്ഷെ അവൻ എല്ലാം തകിടം പറഞ്ഞപ്പോൾ കർത്താവ് അവനെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, ചുമ്മാ ബാക്കി ഇരുന്നോന്നല്ല, ഇന്നും നമ്മൾ ഓർക്കുന്ന അപ്പോസ്തലനായ പൗലോസാക്കി മാറ്റി. അതെന്തിന്റെ ദൃഷ്ടാന്തമാണ്? കൃപയുടെ ദൃഷ്ടാന്തമാണ്. എല്ലാ പാപികളും പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ദൃഷ്ടാന്തമാണ്. ദൈവകൃപയ്ക്ക് എന്തു ചെയ്യാൻ കഴിയും? ഇത് ചെയ്യാൻ കഴിയും. കേട്ടോ? ദൂഷകനും ഉപദ്രവിയും ക്രൂരനുമായ പൗലോസിനെ അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് വേണ്ടി അവസാനം, കർത്താവിന് വേണ്ടി അവസാനം രക്തസാക്ഷ്യം വരിച്ച പൗലോസാക്കി മാറ്റി. അല്ലേ? പൗലോസിന്റെ കഥ അറിയാമല്ലോ നിങ്ങൾക്ക്. അവസാനം തല ഛേദിക്കപ്പെട്ടു. റോമാക്കാര് അല്ലെ, തല ഛേദിച്ച് പൗലോസ് മരിച്ചു. ക്രിസ്തുവിന് വേണ്ടി മരിച്ചു, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു, അന്ത്യത്തോളം വിശ്വാസം കാത്തു. അപ്പൊ നമ്മളാരും ചിന്തിക്കരുത് ഉറപ്പം മുതലേ ഭയങ്കര പ്രാർത്ഥനയും പാട്ടും ഭയങ്കര വിശുദ്ധനായിരുന്നു, അതുകൊണ്ടാണ് അങ്ങ് എത്തിയത്. അല്ല, 12 സബ്ജക്റ്റിനും തോറ്റുകിടന്നവനായിരുന്നു പൗലോസ്. ആ പൗലോസ് അന്ത്യത്തിൽ 1ാം റാങ്ക് വാങ്ങിച്ചു. ശരി, നല്ല കാര്യം. അത് കൃപയുടെ പ്രവൃത്തിയാണ്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു പൗലോസിനോട് കരുണ കാണിച്ചത് എന്തിനാണ്? നിങ്ങളും ഞാനും ഒരു പാഠം പഠിക്കാൻ. എന്താ പാഠത്തിന്റെ പേരെന്തറിയാവോ? ദീർഘക്ഷമ. അല്ലെ? കൃപ എന്നല്ലാതെ പറഞ്ഞു. ഇന്ന് നമ്മൾ പാടുകയും ചെയ്തു അല്ലെ? ദീർഘക്ഷമയും കരുണയും കൃപയും ഒക്കെ ഉള്ള കർത്താവേ. പാട്ട് പാടിയപ്പോൾ സഹോദരൻ എടുത്ത് പറയുകയും ചെയ്തു, നമ്മുടെ കർത്താവിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് അവൻ ദീർഘക്ഷമയുള്ളവൻ. എന്തോ ദീർഘക്ഷമ? പൗലോസ് എത്ര സഭക്കാരെ തല്ലിക്കൊന്നു അല്ലേ? പൗലോസ് എത്ര പേരെ അപ്പോഴൊക്കെ കർത്താവ് ക്ഷമിച്ചുകൊണ്ടിരിക്കുക. പോട്ടെ അവനെ പിടിക്കാം, ഒരു ദിവസം പിടിക്കാം അല്ലേ? അതാ ദീർഘക്ഷമ.
എത്ര ദീർഘക്ഷമയോടെ തൻ്റെ സ്വന്തം, അതാണ് നമുക്കറിയാലോ, ദമസ്കോസിലോട്ട് പൗലോസ് പോകുമ്പോൾ വെളിച്ചം സ്വർഗത്തിൽ നിന്ന് അടിച്ച് തറയിൽ വീണപ്പോൾ പൗലോസ് ചോദിച്ചു, കർത്താവ് നീ ആരാന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞ, നീ എന്നെ ഉപദ്രവിക്കുന്നു. അല്ല, എൻ്റെ സഭയെ, എൻ്റെ വിശ്വാസിയെ, എൻ്റെ പാസ്റ്ററെ ഒന്നും പറഞ്ഞു. കാരണം എന്താണ്? സഭ കർത്താവിൻ്റെ ശരീരമാണ്. കർത്താവിൻ്റെ ശരീരത്തെ ഉപദ്രവിച്ചിരുന്നവരെയാണ് കർത്താവ് ക്ഷമിച്ച് പൗലോസ് എന്ന അപ്പോസ്തലനാക്കി മാറ്റി. അല്ലേ? വേറൊരു രീതി പറഞ്ഞാൽ കർത്താവിൻ്റെ കാന്ത. സ്വന്തം ഭാര്യയെ പീഡിപ്പിച്ചവന് നമ്മൾ ആരെങ്കിലും വീട്ടിൽ കയറ്റുമോ? ഒരു ഭർത്താവിൻ്റെ ഭാര്യ ഒരുത്തൻ ബലാത്സംഗം ചെയ്തു, പിന്നെ അവനെ വെച്ചേക്കുവോ? വെച്ചേക്കൂല. തിരുവെഴുത്തിൽ തന്നെ സദൃശ്യവാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഈ വ്യഭിചാരം വല്ലതും ചെയ്താൽ പുരുഷന്റെ ജാരശങ്ക, അവനെ എത്ര സമ്മാനം കൊടുത്താലും തൃപ്തനാക്കാൻ പറ്റത്തില്ല, അവൻ ശോഭിക്കും, അതൊന്നും നിനക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ വാക്യങ്ങളുണ്ട്. ഇവിടെ കർത്താവിന്റെ സ്വന്തം കാന്തയെ ഒരുത്തന്നാണ്ട് ഉപദ്രവം, ആ ഉപദ്രവിച്ചവനെ തൻ്റെ ഏറ്റവും വലിയ ദാസനാക്കി രൂപാന്തരപ്പെടുത്തി കർത്താവ്. ദീർഘക്ഷമ കണ്ടോ? പത്രോസിന്റെ ജീവിതം എടുത്തേ. കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. നമ്മളാണെ പറയും അവൻ പോക്ക്, അല്ലേ? എത്രയോ പാസ്റ്റർമാർ അങ്ങനെ പറയാറുണ്ട്. അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് നിന്നവൻ ഒരു ദിവസം പണിഞ്ഞേച്ച് പോയി, അവൻ കൊള്ളത്തില്ല, അവനെ വീട്ടിൽ കയറ്റിക്കരുത്, മറ്റേ കരുതും, വിലക്ക്. കർത്താവിന്റെ അസിസ്റ്റന്റ് പാസ്റ്ററായിരുന്ന, അല്ലെ, ഏറ്റവും കൂടെ നടന്നിരുന്ന സിൽബന്തി ആയിരുന്ന പത്രോസ് 3 പ്രാവശ്യം തന്നെ തള്ളിപ്പറഞ്ഞപ്പോ കർത്താവ് എന്താ പറഞ്ഞു? അവൻ പോക്ക്, യോഹന്നാനെ അവനെ കേറ്റരുത് കേട്ടോ, പെന്തക്കോസ്ത് നാളിലൊന്നും അവനെ കയറ്റിപ്പോകരുത് എന്നാണോ പറഞ്ഞേ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞോ പ്രത്യേകിച്ച് പറഞ്ഞു, എല്ലാവരോടും പറയുന്ന കൂട്ടത്തിലെ പ്രത്യേകിച്ച് പത്രോസിനോട് പറയണം. കർത്താവ് അങ്ങനെയുള്ളവരെ പ്രത്യേകം സ്നേഹിക്കും, പ്രത്യേകം താങ്ങി നിർത്തും. ഇതൊക്കെ സംഭവിക്കുന്നതിന് മുന്നമേ തന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നീ വീഴുന്നതിന് മുമ്പേ, നമുക്കറിഞ്ഞൂടെ ഈ ആഴ്ച ഏത് പ്രലോഭനം വന്ന് വീഴാൻ പോവാണോ? കർത്താവ് പറയാം, നീ വീഴുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിന്റെ വിശ്വാസം ഇട്ടുപോകാതിരിപ്പാൻ. എന്തൊരു സ്നേഹമല്ലേ? തോമാസ് പറഞ്ഞു, കാണാതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം കർത്താവ് വന്നപ്പോൾ 8 ദിവസം കഴിഞ്ഞ് കർത്താവ് അവർ മധ്യത്തിൽ വന്നപ്പോൾ മറ്റുള്ളവരുടെ ഒന്നും പോയില്ല. ആദ്യമേ തോമാസ് അതിന്റെ കൈ കണ്ടോ? അവിശ്വാസിയാകരുത്, നീ വിശ്വസിക്കുക. കണ്ടോ? നമ്മുടെ ബലഹീനതയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെ കുറ്റം പറയുകയും നമ്മളെ പുച്ഛിക്കുകയും അതൊന്നുമല്ല കർത്താവ് നിനക്ക് ഈ ബലഹീനത ഒന്നും ഉണ്ടെന്ന് എനിക്കറിയാം, അത് ഞാൻ അംഗീകരിക്കുന്നില്ല, അതെന്നെ പ്രസാദിപ്പിക്കുന്നില്ല, പക്ഷെ ഞാൻ നിന്നെ താങ്ങാം, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്താം. ക്രിസ്തയേശു പാപികളെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ കടന്നു വന്നു. അത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇത് ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ദൃഷ്ടാന്തമാണ്. ഒരു പാപിക്കും പറയാൻ പറ്റത്തില്ല, എന്നെ പോലത്തെ പാപികളെ ഒന്നും കർത്താവിനെ രക്ഷിക്കപ്പെടുത്താൻ പറ്റത്തില്ല. അല്ലെ? ചില വിശ്വാസികളെ, ഞാനൊക്കെ എത്ര സുവിശേഷം കേട്ടിരിക്കുന്നു, എത്ര പ്രസംഗം, എത്ര പ്രാവശ്യം സ്നാനം പെട്ടിരിക്കുന്നു, ഞാനൊന്നും നന്നാവില്ല പാസ്റ്ററെ. നിന്നെ കർത്താവ് തൊടും. ഇങ്ങനെയൊക്കെ പറയുന്നവരെ തന്നെ കർത്താവ് ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് നിന്നെയൊക്കെ തൊടും, നിന്നെയൊക്കെ രൂപാന്തരപ്പെടുത്തും. അതാണ് നമ്മുടെ കർത്താവിന്റെ ഗുണം. ഒരു പാപിക്കും പറയാൻ പറ്റത്തില്ല, ഈ രക്ഷകൻ എനിക്ക് പോരാ, അല്ലെ? എന്നെക്കുറിച്ച് കൂടിയ പാപികളെ രക്ഷിക്കാൻ ഈ യേശു പോരാ എന്ന് പറയാൻ പറ്റത്തില്ല. പാപികൾ ഇവിടെ അതിന് ചുറ്റുവട്ടവും ഒരു എന്താ പറയുക വിശേഷണങ്ങളുമില്ല. പാപികൾ, നീ പാപിയാണോ? എന്നെ രക്ഷിപ്പാൻ ക്രിസ്തയേശു ഭൂമിയിലേക്ക് കടന്നു വന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. യോഗ്യമായ വചനമാണെന്ന് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാനിത് അംഗീകരിക്കുന്നു. എൻ്റെ പ്രവർത്തികളാലല്ല രക്ഷ, എന്നെ രക്ഷിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്, കരുണയാണ്. അങ്ങനല്ലേ അപ്പോസ്തലൻ പറഞ്ഞത്? എനിക്ക് കൃപ ലഭിച്ചു, എനിക്ക് കരുണ ലഭിച്ചു, കൃപയാൽ എനിക്ക് വിശ്വാസവും സ്നേഹവും ലഭിച്ചു. അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ഇത് അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ കാരണം ചിലരൊക്കെ ഇത് കേൾക്കുന്നു, അങ്ങനെ എല്ലാം കൃപയാണെങ്കിൽ ശരിയാകത്തില്ലല്ലോ, പിന്നെ എവിടെ വിശുദ്ധി? അല്ലേ? കൃപ തുടക്കം, പിന്നെ പ്രവൃത്തി.
ചിലരുടെയൊക്കെ ഉള്ളിലിരിപ്പ് ഇതാണ്. ശരിയായിട്ട് നീതീകരണം എന്താണെന്ന് മനസ്സിലാക്കാത്ത എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ ഈ സംശയം കിടപ്പുണ്ട്. ഈ പാസ്റ്റർ ഈ പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ട് ഈ വിശ്വാസികളെല്ലാം നാളെ മുതൽ തോന്നിവാസമായിരിക്കും അല്ലേ? ഇങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും കൃപയെ ഉയർത്തി പ്രസംഗിച്ച എല്ലാവർക്കും പേടിയാണ്. കണ്ടാവും ഹൈപ്പർ ഗ്രേസ് പ്രസംഗിക്കുന്നു, കൃപ ഇപ്പോൾ തോന്നിവാസമാകും അല്ലേ? ആ ഒരു ചോദ്യം ശരിയായ ചോദ്യം തന്നെയാണ്, ന്യായമായ ചോദ്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഉത്തരം കൃപയിൽ ഇച്ചിരി വെള്ളം ചേർക്കുക എന്നുള്ളതല്ല. കൃപയും കുറച്ച് പ്രവർത്തികളും കൂടെ ചേർത്ത് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നല്ല അതിൻ്റെ ഉത്തരം. അപ്പോസ്തലനായ പൗലോസ് തന്നെ ഇതിൻ്റെ എല്ലാ ഉത്തരം പറയുന്നുണ്ട്. നമ്മൾ രക്ഷയുടെ ഈ വിഷയം കടന്നു വരുമ്പോൾ, ദൈവകൃപയുടെ വിഷയം വരുമ്പോൾ നമ്മളൊരു റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നതായിട്ട് ചിന്തിക്കണം. കാരണം റോഡുകളിലൊക്കെ സാധാരണ എന്തുണ്ട്? ഇടത്തെ സൈഡിൽ ഒരു ഓടയുണ്ട്, വലത്തെ സൈഡിൽ ഒരു ഓടയുണ്ട്. പല വിശ്വാസികളുടെയും പ്രശ്നം ഒന്നുകിൽ ഇടത്തെ ഓടയ്ക്കകത്തായിരിക്കും, ഇല്ലെങ്കിൽ വലത്തെ ഓടയ്ക്കകത്തായിരിക്കും, റോഡിലില്ല. എന്താ ഇടത്തെ സൈഡിലെ ഓട? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്, നിയമവാദം. ന്യായപ്രമാണമൊക്കെ എടുത്തു വെച്ച് നിങ്ങളും ഇതുപോലെ ചെയ്യുമെങ്കിൽ, നിങ്ങളും ശലോമോനെ പോലെ ഇത് ചെയ്യുമെങ്കിൽ, നിങ്ങളും യാബേസിനെ പോലെ ഇത് ചെയ്യുമെങ്കിൽ, അത് ചെയ്യുമെങ്കിൽ, തത്വത്തിൽ പ്രവൃത്തിയുടെ സുവിശേഷം. നിങ്ങൾ കുറെ പ്രവർത്തിച്ച കർത്താവ് നിങ്ങളെ മാനിക്കും, കർത്താവ് നിങ്ങൾക്ക് അത് ചെയ്യും, കർത്താവ് നിങ്ങൾക്ക് രക്ഷ തരും. എല്ലാം നിയമവാദമാണ്. അല്ലാതെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ന്യായപ്രമാണത്തെ ന്യായയോഗ്യമായി അല്ല അവർ ഉപയോഗിക്കുന്നത്. അതാണ് നിയമവാദം. അനുസരണത്താലാണ് രക്ഷ. രക്ഷിക്കപ്പെടണമെങ്കിൽ പ്രവർത്തിക്കണം. മറ്റ് മതങ്ങളൊക്കെ പറയുന്ന പോലെ നമ്മൾ തന്നെ പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് യേശുവും കുറച്ച് ബൈബിളും ഒക്കെ പറയുന്നേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെ. അവിടെ ഏണി, ഇവിടെ ഒരു കുരിശ്, ഇത്രയേ ഉള്ളൂ. പടികളൊക്കെ സെയിം തന്നെ. അങ്ങനത്തെ പഠിപ്പിക്കും. അത് ഒരു വശത്ത്. മറുവശത്ത് ഈ ഓടയിൽ എങ്ങാനും പുറത്തു വന്നാൽ കള്ളുകുടിമാരവിടെ പിന്നെ അടുത്ത ഓടയുള്ളൂ. അപ്പുറത്തെ ഓട എന്താണ്? നിയമരാഹിത്യം, നിയമമില്ല. അത് നമ്മൾ യൂദായുടെ ലേഖനത്തിൽ ഒന്ന് വായിക്കാം. യൂദ 1:4 വാക്യം വേഗം വായിച്ചേ. യൂദ 1:4. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ ഒഴിഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ കണ്ടോ, ചിലര് സഭയ്ക്കകത്ത് കടന്നു വന്ന് എന്താ അവർ പ്രസംഗിക്കുന്നത്? ദൈവകൃപ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി. നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ ഒരിക്കൽ കണ്ട വാക്യങ്ങളാണ്. അതായത് പാപം ചെയ്യുവാനുള്ള അനുമതിയാക്കി മാറ്റി, ലൈസൻസ് ആക്കി മാറ്റി, തോന്നിവാസമാക്കി മാറ്റി. ദൈവകൃപയെ ചൂഷണം ചെയ്തു. കാരണം എന്താ? പ്രവൃത്തികളാൽ അല്ലല്ലോ രക്ഷ. എന്നാ പിന്നെ എന്ത് തോന്നിവാസമാകാം? അത് അപ്പുറത്തെ ഓടയാണ്. ആ ഓടയിലും നമ്മൾ വീഴാൻ പാടില്ല. പിന്നെ എന്തോ ഈ നടുക്കത്തെ റോഡ്? അത് അപ്പോസ്തലൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്ഷിക്കപ്പെടുന്നത് കൃപയാലത്രേ. എഫീസ്യ ലേഖനം 2-ാം അധ്യായം വായിച്ചാട്ടെ, 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കും. വിശ്വാസം അല്ല നിങ്ങളെ രക്ഷിക്കുന്നത്. വിശ്വാസം ഒരു മാർഗമാണ്, ഒരു മുഖാന്തരമാണ്. രക്ഷിക്കുന്നത് കൃപയാലത്രേ. വിശ്വസിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നതിന്റെ കാരണം കൃപ. കൃപയാൽ വിശ്വാസം മൂലം എല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികൾ കാരണമല്ല. അപ്പൊ വിശ്വാസം ഒരു പ്രവൃത്തിയല്ല കേട്ടോ. വിശ്വാസം, സ്നാനം, മാനസാന്തരം ഇതൊന്നും പ്രവൃത്തികളല്ല. ഇതൊക്കെ കർത്താവിൽ ആശ്രയിക്കുന്നതിന്റെ ഓരോരോ പ്രദർശനങ്ങളാണ്. തുറന്നു വായിച്ചാട്ടെ. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് പ്രവൃത്തികളാൽ അല്ല ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ സൽപ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കണ്ടോ, രക്ഷിക്കപ്പെടുന്നതിന്റെ മൂലകാരണം ആധാരം പ്രവൃത്തിയല്ല. പക്ഷെ രക്ഷിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സൽപ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 15 വരെ ഓരോ വാക്യങ്ങൾ നിർത്തി വായിച്ചു പോവാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 15. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും, എല്ലാ പാപികൾക്കും, ഒരു പാപിയും കൂടുതലൊന്നുമല്ല, സകല മനുഷ്യർക്കും രക്ഷയ്ക്ക് കാരണമാകുന്ന ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട്
കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ വായിച്ചാട്ടെ, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് സുബോധത്തോടും നീതിയോടും ഭക്തിയോടും കൂടെ ജീവിപ്പാൻ അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏത്? ഈ ഉദിച്ചിരിക്കുന്ന ദൈവകൃപ. ഈ രണ്ട് വാക്യങ്ങളും ചേർത്ത് ഈ ഉപദേശം രത്ന ചുരുക്കത്തിൽ പറയാം. എന്താ ഈ നടുവിലത്തെ ഓട്? ഈ രണ്ട് ഓടയും നമ്മൾ ഒഴിവാക്കണം. പ്രവൃത്തിയാലുമല്ല, തോന്നിവാസവുമല്ല. പിന്നെന്താ? രക്ഷിക്കപ്പെടുത്തുന്ന കൃപയുടെ ശരിയായ ഉപദേശം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പ്രവൃത്തികളാലല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, വിശ്വാസത്താൽ. വിശ്വസിക്കുമ്പോൾ ദൈവകൃപ ലഭിച്ച് നമ്മൾ രക്ഷിക്കപ്പെടുന്നു. പക്ഷെ ആ കൃപയുടെ സ്വഭാവം എന്താണ്? നമ്മെ ശിക്ഷണത്തിൽ വളർത്തുന്നു. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും ഒക്കെ വർജിച്ചിട്ട് വിട്ടേച്ച് ഈ ലോകത്തിൽ, ഈ പാപത്തിൽ വീണിരിക്കുന്ന ഈ ലോകത്തിൽ ഭക്തിയോടെ ജീവിപ്പാൻ അത് നമ്മളെ ശിക്ഷിക്കുന്നു, നമ്മളെ പരിശീലിപ്പിക്കുന്നു. പക്ഷെ അത് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അത് രക്ഷയുടെ വളർച്ചയാണ് അല്ലേ? നമ്മൾ ബൈബിൾ സ്റ്റഡി പഠിച്ചു, നീതീകരണവും വിശുദ്ധീകരണവും. നീതീകരണം എങ്ങനെയാണ്? പ്രവൃത്തികളാലല്ല. നീതീകരണം എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ നീതിമാനായിട്ട് എണ്ണുന്നു. നമ്മൾ നീതിമാൻ അതിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷെ കർത്താവ് ആ രീതിയിൽ നമ്മളെ അംഗീകരിച്ച് തൻ്റെ കുടുംബത്തിന്റെ അംഗമാക്കുന്നതിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റെ പൈതലാണെന്ന് പറയുന്നത് കൃപയാലാണ്, പ്രവൃത്തിയാലല്ല. അതുകൊണ്ടാണ് ഉപദ്രവകാരിയായ പൗലോസിനെ വിശ്വസിച്ച് ആ നിമിഷം കർത്താവ് തന്റെ പുത്രനായിട്ട് വിളിച്ചത്. അല്ലാതെ അവൻ സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ടല്ല. പിന്നീടാണ് ആന്തരിക രൂപാന്തരം, ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്കുള്ള രൂപാന്തരം. അതാണ് ഇപ്പൊ വായിച്ച കൃപ നമ്മളെ ശിക്ഷണത്തിൽ വളർത്തുന്നത്. ഇത് രണ്ടും ചേർത്ത് വായിച്ചാലേ ശരിയായ ദൈവകൃപയുടെ പൂർണ്ണ ചിത്രം നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ക്രിസ്തയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നിരിക്കുന്നു. പാപികളെ രക്ഷിപ്പാനാണ്, നീതിമാന്മാരെ അല്ല. പ്രവൃത്തികളാലല്ല, കൃപയാലത്രേ. ഇനി പാപികളെ പാപത്തിലങ്ങ് വിടുകയാണോ? അല്ല, ഞാൻ പാപികളെ മാനസാന്തരപ്പെടുവാൻ വിളിക്കാൻ കടന്നു വന്നിരിക്കുന്നു. അവരെ രക്ഷിക്കും, പാപത്തിൽ വിട്ടേച്ചു പോവുകയല്ല. അപ്പൊ കണ്ടോ, കൃപയുടെ ഈ രണ്ട് തലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലേ ശരിയായ സുവിശേഷം മനസ്സിലാക്കിയുള്ളൂ അല്ലേ? അപ്പൊ അത് രണ്ടും മനസ്സിലാക്കി വേണം നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം പറയാൻ. എല്ലാവരും വിശ്വസിപ്പാനും അംഗീകരിപ്പാനും യോഗ്യമായ വചനമാണ് രക്ഷ ക്രിസ്തയേശുവിൽ മാത്രം. യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നത് പാപികളെ, നീതിമാന്മാരെ അല്ല, പാപികളെ രക്ഷിപ്പാൻ, അല്ലാതെ പാപത്തിൽ വിട്ടേച്ചു പോകാനല്ല. ഇപ്പൊ രണ്ടും ഉണ്ട് കണ്ടോ, രണ്ട് ഓടെ നമ്മൾ ഒഴിവാക്കി അല്ലെ? നിയമം എന്ന് പറഞ്ഞ കൽപ്പനകളെല്ലാം ഇങ്ങനെ കാണാൻ പഠിച്ചിട്ട് നമ്മളത് പടിപടിയായി കയറി നമ്മൾ സ്വമേധ നമ്മളെ രക്ഷിക്കുകയല്ല. എന്നാൽ നിയമമൊന്നും വേണ്ട, കർത്താവ് ഭയങ്കര സ്നേഹവാനാകട്ടെ, എന്ത് പാപം ചെയ്ത് ജീവിക്കാം, ഒരു വ്യവസ്ഥയില്ല എന്ന് പറഞ്ഞ് നിയമരാഹിത്യവുമല്ല. കാരണം ദൈവകൃപ, സകല മനുഷ്യരെയും രക്ഷിക്കുന്ന ദൈവകൃപ ഭക്തിയിൽ നമ്മെ ശിക്ഷണം നൽകുന്ന, പരിശീലിപ്പിക്കുന്നതാണ് ദൈവകൃപയുടെ സ്വഭാവം. അപ്പൊ രണ്ടും പറയണം. പ്രവൃത്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, എന്നാൽ സൽപ്രവൃത്തികൾക്ക് ശുഷ്കാന്തിയുള്ളൊരു ജനത്തെ വാർത്തെടുക്കുകയാണ് ഈ കൃപ. അപ്പൊ അത് രണ്ടും മനസ്സിലാക്കുമ്പോഴാണ് ദൈവകൃപ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉപസംഹരിച്ച് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, പ്രായോഗിക തലത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തെ അഭിമുഖീകരിക്കുമ്പോൾ, നിങ്ങളൊരു പാപം ചെയ്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഈ കൃപയുടെ രണ്ട് തലങ്ങളും നിങ്ങൾ മനസ്സിൽ വെച്ച് വേണം പ്രതികരിക്കാൻ. പലപ്പോഴും പാപം കടന്നു വരുമ്പം നമ്മൾ നമ്മളെ തന്നെ കുറ്റം പിരിക്കാൻ, ഓ ഞാനൊന്നും ഒരു കാലത്ത് നേരെയാവാൻ പോകുന്നില്ല, എത്ര പ്രാവശ്യമായി, എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നേരെയാകും അല്ലേ? നമുക്ക് ദീർഘക്ഷമയൊന്നുമില്ല. കർത്താവിന് ദീർഘക്ഷമയുണ്ട്, നമുക്ക് ദീർഘക്ഷമയൊന്നുമില്ല. അപ്പൊ എന്ത് ഓർക്കണം? പ്രവൃത്തിയാലല്ല രക്ഷ എന്ന് ആദ്യം ഓർക്കണം. പ്രവൃത്തിയാലാണെങ്കിൽ നമ്മൾ ഈ പാപമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ കുറ്റബോധം കടന്നു വരും. നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നു, ഞാൻ പ്രവർത്തിച്ചാലേ എന്നെ മകനായിട്ടും മകളായിട്ടും ദൈവം അംഗീകരിക്കത്തുള്ളൂ. നിങ്ങളുടെയൊക്കെ മക്കൾ അങ്ങനെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. വീട്ടിൽ നല്ല 1ാം റാങ്ക് കൊണ്ടുവന്നാലേ മകനും മകളും വിളിക്കത്തുള്ളൂ എന്നാണോ? അല്ല, ബന്ധം വേറെ അല്ലേ, പ്രവൃത്തി വേറെ. ഇതുപോലെയാണ് കർത്താവും.
പ്രവൃത്തിയാലല്ല നിങ്ങളെ മകനെന്നും മകളെന്നൊന്നും വിളിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. അവന്റെ പരിപൂർണ അനുസരണം, നീതി നിങ്ങൾക്കൊരു അങ്കിയായിട്ടിട്ട്, കടമായിട്ടൊരു നീതി നിങ്ങൾക്ക് തന്ന് നിങ്ങളെ നീതീകരിച്ചാണ് കർത്താവ് നിങ്ങളെ അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാപം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കുറ്റബോധത്തിന്റെ പുറകെ പോകരുത്. അത് പിശാചിന്റെ ആയുധമാണ് നിങ്ങളെ നിങ്ങളുടെ പിതാവിൽ നിന്ന് അകറ്റുവാൻ. ദൈവത്തിന് എന്നോട് വലിയ സ്നേഹമില്ലെന്നൊക്കെ പറഞ്ഞാൽ അവിശ്വാസം കയറി പിന്നെ പാപത്തിലേക്ക് പോകും. എനിക്ക് എന്റെ ദൈവത്തിന് എന്നോട് എന്ത് സ്നേഹമാണെന്ന് എപ്പോഴും പറഞ്ഞിരിക്കുന്നവന് പാപം ചെയ്യാൻ തോന്നത്തില്ല. ദൈവമായിട്ട് ഇച്ചിരി പ്രശ്നമൊക്കെ ആണെന്ന് തോന്നുമ്പോൾ പിന്നെ പാപമൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ ബന്ധം നല്ല രീതിയിൽ പോവാണെന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെ പാപം ചെയ്യാൻ പറ്റും അല്ലേ? എന്നോട് ഇത്ര സ്നേഹമുള്ള ദൈവം ഞാൻ എങ്ങനെ പാപം ചെയ്ത് വേദനിപ്പിക്കും? അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളോട് അത്ര സ്നേഹമൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് പിശാചിന്റെ ഉദ്ദേശമാണ്. അപ്പോൾ നിങ്ങൾ പാപവും കൂടെ ചെയ്തിട്ടുള്ളൂ. ഇത് പറഞ്ഞ് ഇവനെ നമുക്ക് തളർത്താം. അങ്ങനെ നിങ്ങൾ കുറ്റബോധത്തിന് കീഴ്പ്പെടരുത്. കാരണം നീതീകരണം, രക്ഷ പ്രവൃത്തിയാലല്ല വിശ്വാസത്താലത്രേ. പൗലോസിന്റെ ദൃഷ്ടാന്തം ഓർത്തോണം. നിങ്ങൾ എത്ര പേര് സഭയൊക്കെ അടിച്ചു മുടിക്കാൻ പോയി? അതൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇവിടെ ആരും, അല്ലേ? എത്ര പാസ്റ്റർമാരെ തല്ലിക്കൊന്നു? കൊന്നില്ല ആരും. അയ്യോ, അതൊക്കെ ചെയ്തവൻ രക്ഷിക്കപ്പെട്ട് ലോകം അറിയുന്ന അപ്പോസ്തലനായി. അത് നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാണ്. ഒന്നാമനായ പാപിയിൽ വെളിപ്പെട്ട ദീർഘക്ഷമ മറന്നു പോകരുത്. 1000 പ്രാവശ്യം ഈ പാപത്തിൽ വീണല്ലോ കർത്താവേ, അബദ്ധവശാൽ പിന്നെയും ഞാൻ ഈ പാപം തന്നെ ചെയ്യണല്ലോ, ഞാൻ വലുതായിട്ട് ആത്മീയമായിട്ടൊന്നും വളരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റം വിധിക്കുമ്പോൾ ഓർത്തോണം, പൗലോസിന് ദൈവം കരുണ കൊടുത്ത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി പറഞ്ഞിരിക്കുന്ന വിഷയം എന്തുവാ? ദീർഘക്ഷമ. ഞാൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്, നീ മറന്നു പോകരുത്. പൗലോസിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെങ്കിൽ നിന്നെയും ഞാൻ രൂപാന്തരപ്പെടുത്തും. അപ്പോൾ പ്രവൃത്തിയാലല്ല രക്ഷ എന്നോർത്ത് കുറ്റബോധത്തിന്റെ കീഴിൽ നിങ്ങൾ പോകരുത്. എന്നാൽ അതിന്റെ അർത്ഥം വീണ്ടും പാപമൊക്കെ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകാമെന്നല്ല. എപ്പോൾ പാപം ചെയ്താലും അത് നിങ്ങളുടെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവ് ഈ പറയുന്ന കൃപയുണ്ടല്ലോ, ഈ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഭക്തിയോടും സുബോധത്തോടും ജീവിക്കാൻ എന്നെ ശിക്ഷിക്കുന്ന കൃപ അതെനിക്കൊന്ന് തരണേ എന്ന് പ്രാർത്ഥിക്കണം. അതിന് കീഴ്പ്പെടണം, ആ ശിക്ഷണത്തിന് കീഴ്പ്പെടണം. ദൈവകൃപയുടെ മുഖാന്തരങ്ങൾ, വചനം പ്രസംഗിക്കപ്പെടുമ്പോഴും ആരാധിക്കും, ഇതൊക്കെ മുഖാന്തരമാണ്. ബുധനാഴ്ച ബൈബിൾ സ്റ്റഡിക്ക് വരുന്നതിനെ കുറെ പാഠം പഠിക്കാനല്ല. വചനം ദൈവം ശുശ്രൂഷിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കൃപ ലഭിക്കും. കൃപയുടെ മുഖാന്തരങ്ങളാണ് ഇതെല്ലാം. കൂട്ടായ്മ, പ്രാർത്ഥന, വചനധ്യാനം, ഇതെല്ലാം മുഖാന്തരങ്ങളാണ് ഈ കൃപ ലഭിക്കുവാൻ. അപ്പൊ അതൊന്നും വേണ്ടെന്ന് വെച്ച് നിങ്ങൾ നടന്നാൽ നിങ്ങളെ എവിടെ വെച്ച് വിശുദ്ധി പ്രാപിക്കും? ആഹാരം കഴിക്കാതെ വളരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കർത്താവ് നിങ്ങൾക്ക് കൃപ തരുവാനുള്ള മുഖാന്തരങ്ങൾ, മാധ്യമങ്ങൾ ഒരുക്കുമ്പോൾ അവിടെ പോയി ഇരിക്കണം. അതിനോട് നിങ്ങൾ സംബന്ധിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥന മുതൽ ഞായറാഴ്ച ആരാധന എല്ലാത്തിലും പങ്കെടുക്കണം. കർത്താവെ ആ കൃപ തന്നാട്ടെ. ഭക്തികേട് വർജിച്ച് എനിക്ക് ഭക്തിയോടെ ഈ ലോകത്തിൽ വിശുദ്ധമായി ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന കൃപ പകരുന്ന എല്ലാ മുഖാന്തരങ്ങളിലും ഞാൻ വരാൻ കർത്താവെ എന്ന് പറഞ്ഞ് കർത്താവിനോട് അടുക്കണം. ഈ 2 കാര്യം നിങ്ങൾ പാപം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ചെയ്യേണ്ടതാണ്. കുറ്റബോധത്തിൽ പോകരുത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്, അവന്റെ പ്രവർത്തികളാൽ അല്ല എന്ന് ഓർത്ത് നിങ്ങൾ നീതീകരണത്തിലൂടെ കടന്നു വരുന്ന പൂർണ്ണ സമാധാനത്തിൽ ജീവിക്കണം. അതോടൊപ്പം തന്നെ എന്നെ സൽപ്രവർത്തികളിലേക്ക് ശിക്ഷണത്തിൽ വളർത്തുന്ന ദൈവകൃപയാണെന്ന് ഓർത്തുകൊണ്ട് ശുദ്ധീകരണത്തിൽ വളരുവാനും നിങ്ങൾ മുതിരണം. ഇത് 2 കൂടെ ചേരുമ്പോഴാണ് ആരോഗ്യപരമായ സുവിശേഷാധിഷ്ഠിത ക്രിസ്തീയ ജീവിതം. സുവിശേഷ അടിസ്ഥാനമിട്ട് നമ്മൾ ക്രിസ്തുവിൽ പണിയപ്പെടുന്നത്. അപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച് പിന്മാറാതെ നിങ്ങൾ മുന്നേറണം. ഒരു വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 4:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് തന്റെ ജീവിതം എടുത്ത് ഇതുപോലെ വിശ്വാസികളോട് സംസാരിക്കുന്നത് ഇവിടെ മാത്രമല്ല. 1 കൊരിന്ത്യർ 4:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കന്മാർ, ഗുരുക്കന്മാർ, പ്രസംഗിക്കുന്നവന്മാരുണ്ടേലും പിതാക്കന്മാരാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വായിച്ചാട്ടെ.
സുവിശേഷം പറഞ്ഞ് നിങ്ങളെ ക്രിസ്തുവിൽ ജനിപ്പിച്ചിരിക്കുന്ന പിതാവ് ഞാനാണ്. ഒരു കാര്യം പറഞ്ഞിട്ട്, ഈ അപ്പോസ്തലന്മാരുടെ പ്രത്യേകത ഇതാണ്. ഇന്ന് പല കള്ളന്മാരും അപ്പോസ്തലൻ എന്ന് പറഞ്ഞ ആളുണ്ട്. ഒന്നാമത് ഈ അപ്പോസ്തലൻ സ്ഥാനപ്പേരല്ല. ഏറ്റവും എളുപ്പം ഒരു കള്ള അപ്പോസ്തലനെ കണ്ടുപിടിക്കാനുള്ളത് അവന്റെ പേരിന്റെ മുൻപിൽ അപ്പോസ്തലൻ എന്ന് വെച്ചിട്ടുണ്ടോ നോക്കിയാൽ മതി. തിരുവചനത്തിൽ ഒരൊറ്റ വ്യക്തി പോലും അവനില്ല. അപ്പോസ്തലനായ പൗലോസാണ്, അപ്പോസ്തലൻ പൗലോസ് അല്ല. അപ്പോസ്തൽ ടൈറ്റിലല്ല. ഈ അല്പന്മാരാണ് പാസ്റ്റർ എന്നും അപ്പോസ്തലൻ എന്നൊക്കെ പേരിന്റെ മുമ്പിൽ വെക്കുന്നത്. അല്പന്മാര്. ഞാൻ വളരെ കടുപ്പിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്താണെന്നറിയാവോ? ഇത് സ്ഥാനപ്പേരല്ല, സേവനത്തിനുള്ളൊരു വിളിയാണ്. സ്ഥാനപ്പേര് ചൊല്ലി ഒരൊറ്റ വ്യക്തിയെ പുതിയ നിയമത്തിൽ വിളിക്കുന്നുള്ളൂ, ക്രിസ്തു യേശു. വേറെ എല്ലാം അപ്പോസ്തലനായ, ഇടയനായ, പ്രവാചകനായ, അല്ലാതെ സ്ഥാനപ്പേരല്ല. അതുകൊണ്ട് കള്ള അപ്പോസ്തലന്മാരെ കണ്ടുപിടിക്കാൻ അത് മാത്രം മതി. മാത്രമല്ല, ഈ വചനത്തിൽ പ്രകാരം നമുക്കറിയാം, അപ്പോസ്തലനായ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം അവനൊരു പിതാവായിരിക്കും. ശുശ്രൂഷ ബന്ധമായിരിക്കും, അല്ലാതെ സ്ഥാനമല്ല. റിലേഷണൽ പിതാവാണ് ഞാൻ, അല്ലാതെ CEO ആണ്. ഇന്ന് അങ്ങനത്തെ ചിലവന്മാരൊക്കെ സീനിയറാണ്, ഫൗണ്ടറാണ്, ഇതൊന്നുമില്ല. പിതാവാണ്. എനിക്ക് നിങ്ങളോടുള്ള ബന്ധം, നിങ്ങൾ എൻ്റെ മക്കളാണ്. എൻ്റെ അച്ഛൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഫാദർ തരം എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? അല്ലല്ല, അപ്പൻ അല്ല, സ്ഥാനപ്പേരല്ലത് അല്ലെ. സഭകളെയും നേതാക്കളെയും ജന്മം കൊടുക്കുന്നവനാണ് അപ്പോസ്തലൻ. ശരി, അത് വേറെ വിഷയമായോണ്ട് വിട്ടുപോകുന്നു. അടുത്ത വാക്യം. അപ്പനായുള്ള ഗുണം എന്താ അറിയോ? നിങ്ങൾ എന്നെ നോക്കി അനുകരിക്കണം, എന്റെ ജീവിതം നോക്കി നിങ്ങൾ അനുകരിക്കണം. അത് പറയാനുള്ള പ്രാഗൽഭ്യം കൂടെ വേണം അപ്പോസ്തലനായിട്ട്. അനുകരിക്കണം. ഇതു നിമിത്തം ഞാൻ നിങ്ങളുടെ പിതാവായിരിക്കും, നിങ്ങൾ എന്നെ അനുകരിപ്പാൻ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്റെ പുത്രനായ തിമോത്തിയോസിനെ അയക്കും. അവൻ വന്നിട്ട് അത് ശ്രദ്ധിച്ചു വെക്കണമേ. ഞാൻ എങ്ങും, അല്ലാതെ ഇത് ഈ സഭയെ മാത്രം ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കാര്യമല്ല, എല്ലാ സഭയിലും ഞാൻ ഉപദേശിക്കുന്നത് പോലെ എന്റെ വഴികൾ പറയുന്ന കേട്ടോ. എല്ലാ സഭയിലും ഞാൻ പത്യോപദേശം പ്രസംഗിക്കുമെന്നല്ല പറഞ്ഞു, എല്ലാ സഭയിലും ഞാൻ ബൈബിൾ പ്രസംഗിക്കുമെന്നല്ല പറഞ്ഞു, എല്ലാ സഭയിലും ഞാൻ ഉപദേശിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങൾ എന്നെ നോക്കി നടത്തണം, ഞാനാണ് നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തം. അപ്പൊ കണ്ടോ, ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എനിക്ക് ദൈവം കൃപ ചെയ്ത് തന്നിരിക്കുന്നു, ഞാനൊരു ദൃഷ്ടാന്തമാണ്, ജാതികളുടെ അപ്പോസ്തലനാണ് ഞാൻ. എല്ലാ ജാതികളും എന്നെ നോക്കുക, എന്നിൽ ക്രിസ്തയേശു എന്തു ചെയ്തു, ഞാൻ ആരായിരുന്നു, എന്നെ എങ്ങനെ രക്ഷിച്ചു, എന്നെ എങ്ങനെ നടത്തുന്നു, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഞാൻ എങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, ഞാൻ എങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് പാഠമാണ്, ഇതെല്ലാം നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. അപ്പൊ പൗലോസ് മരിച്ചുപോയി, ഇനിയിപ്പം നമ്മൾ എന്തോ ചെയ്യും അല്ലേ? അതുകൊണ്ടാണ് ഇതെല്ലാം തിരുവെഴുത്തുകളിൽ എഴുതി നമുക്കും തന്നിട്ടുണ്ട്. നമുക്കും ഒരു അപ്പനായിട്ട് പൗലോസ് അല്ലേ? പൗലോസിന്റെ ലേഖനങ്ങൾ വായിച്ച എത്ര വ്യക്തികളാണ് സഭാ ചരിത്രത്തിൽ രക്ഷിക്കപ്പെട്ടത്? എത്ര വ്യക്തികൾ! ഇന്നിപ്പോ ഞാൻ പ്രസംഗിക്കുന്നത് തന്നെ പൗലോസിന്റെ ലേഖനം. പൗലോസ് ഇങ്ങനെ അപ്പനായിട്ട് ഇങ്ങനെ മക്കൾക്ക്, ജാതികൾക്ക് ദൃഷ്ടാന്തവും ഉപദേശവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവൻ മരിച്ചിട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ പൗലോസിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് കേട്ട രണ്ട് കാര്യം ചിന്തിക്കണം. പാപികളെ രക്ഷിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അത് നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം വേണമെങ്കിൽ പൗലോസിനെ നോക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസംഗപീഠത്തിൽ കയറി നിൽക്കുമ്പോൾ താൻ കൊന്ന വ്യക്തികളുടെ അമ്മമാരും ഭാര്യമാരും ഒക്കെ അവിടെ ഇരിക്കുകയാണ്. എങ്ങനെ പ്രസംഗിക്കും അല്ലേ? അതുപോലെ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് പെന്തക്കോസ് നാളെ എഴുന്നേറ്റ് യഹൂദന്മാരോട് പറയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശു എന്ന്. തിരിച്ചെടുത്തിന് ചോദിച്ചോട്ടെ, എടാ നീയല്ലടാ കഴിഞ്ഞ ദിവസം തള്ളിപ്പറഞ്ഞത്? തള്ളിപ്പറഞ്ഞവനെ തള്ളിപ്പറഞ്ഞ യഹൂദന്മാരുടെ അടുക്കൽ വിട്ടു. കണ്ടോ? നിന്നെ പോലുള്ള പഴയ മറ്റേമാരെയൊക്കെ കുറച്ചുകൂടെ നേടിക്കൊണ്ടുവാ അല്ലേ? അതുപോലെ പൗലോസിനെ, ഈ ഉപദ്രവിക്കാൻ നടന്ന പൗലോസിനെ ഉപദ്രവിക്കാൻ നടക്കുന്ന ഈ ജാതികളുടെ അടുക്കലേക്ക് വിട്ടു. നമ്മളെയൊക്കെ കർത്താവിനെ രക്ഷിച്ചിരിക്കുന്നതെന്ന് അറിയാമോ?
നമ്മളെപ്പോലത്തെ ചില ഭാവികൾ അവിടെ നട്ടം തിരിഞ്ഞ് നടപ്പുണ്ട്. പോയി സാക്ഷ്യം പറഞ്ഞ് നേടണം. ഞാനൊരു കാശിനും കൊള്ളാത്തതായിരുന്നു, നിങ്ങളും എന്നെ പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്, എന്നെപ്പോലെ യേശുവിനെ അറിഞ്ഞു വരിക, സാക്ഷികളാകുക. നിങ്ങളെ ദൈവം അയക്കുന്നത് നിങ്ങളെ പോലത്തെ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെടുത്തായിരിക്കും. കാരണം നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റും. കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയാണത്. അപ്പോൾ അവൻ പാപികളെ തേടി വന്നു. രണ്ടാമത് അവൻ പാപികളെ രക്ഷിക്കും. പാപികളെ പാപത്തെ വിട്ടേച്ചു പോവുകയല്ല. പൗലോസിന്റെ രക്ഷ ഒന്ന് നോക്കിക്കേ, എവിടുന്ന് തുടങ്ങി എവിടെ എത്തി അല്ലേ? എവിടുന്ന് തുടങ്ങി എവിടെ എത്തി? അപ്പോ ദൃഷ്ടാന്തമായിട്ട് അവന്റെ വഴികൾ നിങ്ങൾക്ക് തിമോത്തിയോസ് പറഞ്ഞു തരുമെന്ന് അവിടെ പറഞ്ഞു. ഇവിടെ നമ്മൾ തിമോത്തിയുടെ ലേഖനത്തിൽ നിന്ന് പഠിക്കുന്നു. മറന്നു പോകരുത് ഈ ദൃഷ്ടാന്തം. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ, പാപങ്ങളാൽ നിങ്ങൾ ആരും നിരുത്സാഹപ്പെട്ടു പോകരുത്. പാപങ്ങളെ തുച്ഛീകരിക്കണമെന്നല്ല ഈ പറഞ്ഞു വരുന്നത്, പക്ഷെ പാപത്താൽ നിരുത്സാഹപ്പെട്ടു പോകരുത്. ശരിയായ സത്യ സുവിശേഷം ഓർക്കണം. ദൈവകൃപ ഇന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരിക. അവനെ പോലെ കരുണയുള്ള, കൃപയുള്ള, മനസ്സലിവുള്ള, പാപങ്ങളെ പൊറുക്കുന്ന വേറൊരുവനുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം കാന്തയെ ഉപദ്രവിച്ചവനെ വരവേൽപ്പിച്ച് ആലിംഗനം ചെയ്ത് രക്ഷിക്കപ്പെടുത്തി അപ്പോസ്തലനാക്കി മാറ്റി. ഏത് പാപം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കർത്താവിൽ നിന്ന് മാറി നിൽക്കുന്നത്? ഇതുപോലൊരു മനസ്സലിവുള്ളൊരു കർത്താവിനെ നിങ്ങൾക്ക് കാണാൻ കിട്ടുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഏത് പാപമാണേലും നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ പാപക്ഷമ പ്രാപിക്കും. രണ്ടാമതായിട്ട്, പാപത്തിൽ നിങ്ങൾ ജീവിക്കരുത്, വിശുദ്ധിയിൽ ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരിക. നിങ്ങളെ രക്ഷിപ്പാൻ മതിയായ കൃപ അവനുണ്ട്. പാപക്ഷമ മാത്രമല്ല, പാപത്തിൻ്റെ ആ നുഖത്തിൽ നിന്ന് വിടുവിക്കുവാനും വിശുദ്ധിയിൽ നിങ്ങളെ നടത്തുവാനും അവൻ്റെ സ്വരൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുവാനും മതിയായ കൃപ അവൻ്റെ പക്കലുണ്ട്. രണ്ട് കാര്യമാണേലും, രക്ഷിക്കപ്പെടുന്നതാണേലും രക്ഷയിൽ വളർന്നതിനാണേലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വരിക. നീതീകരണത്തിനായാലും വിശുദ്ധീകരണത്തിനായാലും, കർത്താവ് നിങ്ങളെ അംഗീകരിക്കാനായാലും, കർത്താവിൽ വിശുദ്ധി പ്രാപിച്ച് അവനെ പ്രസാദിപ്പിക്കുവാനായാലും കടന്നു വരിക. ക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വരിക. അവൻ്റെ കൃപ നിങ്ങളേവരെയും പൂർണ്ണമായി രക്ഷിപ്പാൻ മതിയായ കൃപയാണ്. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനോട് പ്രതികരിക്കണം. ദീർഘക്ഷമയുള്ള കർത്താവ്, ഏത് പാപിയെയും രക്ഷിപ്പാൻ സ്നേഹവും മനസ്സും കരുണയും കൃപയുമുള്ള കർത്താവ്, നമ്മൾ പാടിയതുപോലെ മാധുര്യമുള്ള സ്നേഹമുള്ള കർത്താവ്, ദീർഘക്ഷമയുള്ള കർത്താവ്. പാപങ്ങളാൽ നിങ്ങൾ ആരും ദുഃഖിച്ച് നിരുത്സാഹപ്പെട്ട് ദൈവത്തിൽ നിന്ന് മാറിപ്പോകരുത്. നിങ്ങളുടെ നടത്തും നോക്കിയല്ല കർത്താവ് നിങ്ങളെ അംഗീകരിച്ചിരിക്കുന്നത്. കൃപയാൽ അത്രയും നിങ്ങളെ രക്ഷിക്കുന്നു, പ്രവൃത്തികളാലല്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിങ്ങളിൽ അനുസരണം ഉളവാക്കുവാൻ മതിയായ കൃപ നൽകുന്ന കർത്താവ്. ആരും കുറ്റബോധത്തിൽ കലങ്ങിയിരിക്കരുത്. ഈ കർത്താവിൻ്റെ അടുക്കൽ വന്ന് സമാധാനം പ്രാപിക്കുക. ആരും പിന്മാറ്റത്തിൽ പോകരുത്. ദൈവകൃപയിൽ ആശ്രയിച്ച് വിശുദ്ധിയിൽ മുന്നേറുക. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവെ, ഈ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ക്രൂരനുമായ അപ്പോസ്തലനെ രക്ഷിച്ച് ഞങ്ങൾക്കേവർക്കും ഒരു ദൃഷ്ടാന്തമായി കർത്താവെ നീ വെച്ചിരിക്കുന്നുവെന്ന്, ഒന്നാമനായ പാപിയെ ഇത്രത്തോളം സ്നേഹിച്ച് രക്ഷിപ്പാൻ കഴിയുന്ന കർത്താവെ, നീ ഞങ്ങളോടെല്ലാം ദൂത് പറയുകയാണല്ലോ, നിനക്ക് ഞങ്ങളേവരെയും രക്ഷിപ്പാൻ മതിയായവനാണെന്ന്. നിന്റെ അവൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ വണങ്ങുന്ന കർത്താവെ. വാക്കുകളില്ല കർത്താവെ, എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിഞ്ഞുകൂടും കർത്താവെ. പാപികളായ ഞങ്ങളെ, നരകതുല്യരായ ഞങ്ങളെ, ദൈവക്രോധത്തിന് യോഗ്യരായ ഞങ്ങളെ സ്നേഹിപ്പാൻ ഞങ്ങളിൽ എന്തുള്ളൂ കർത്താവെ. നിന്റെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. സത്യ സുവിശേഷത്തിനായിട്ട് സ്തോത്രം. ഈ സത്വർത്തമാനത്തിനായിട്ട് സ്തോത്രം. ഇതിൽ അധിഷ്ഠിതമായ ക്രിസ്തീയ ജീവിതം പണിയുവാൻ ഞങ്ങളെവരെയും നീ സഹായിക്കണമേ.
ഞങ്ങളുടെ ചുറ്റുവട്ടമുള്ള പാപികളെ കർത്താവെ നിന്നിലോട്ട് അടുപ്പിക്കുവാൻ, സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബദ്ധവശാൽ ഞങ്ങളുടെ ജീവിതത്തിൽ പാപം കടന്നു വരുമ്പോൾ കർത്താവെ, ഞങ്ങൾ കുറ്റബോധത്തിൽ മുങ്ങിപ്പോകരുതേ, ഞങ്ങൾ പിന്മാറ്റത്തിൽ പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീതീകരണത്തിന്റെ പൂർണ്ണ സമാധാനം പ്രാപിച്ച് കർത്താവെ, പ്രവർത്തികളാലല്ല വിശ്വാസത്താൽ അത്രേ രക്ഷയെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ കർത്താവെ, ആ കുറ്റബോധത്തെ മറികടക്കുവാൻ ഞങ്ങളേവരെ നീ സഹായിക്കണമേ. അതോടൊപ്പം ഭക്തികേടും പ്രപഞ്ചമോഹവും വിട്ടുമാറി സുബോധത്തോടും ഭക്തിയോടും വിശുദ്ധിയോടും ജീവിക്കുവാൻ നിന്റെ കൃപയാൽ ഞങ്ങളെ ശിക്ഷിച്ച് വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാപ്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. കർത്താവെ, നിത്യരാജാവും അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിനു തന്നെ സകല മാനവും മഹത്വവും എന്നേക്കും ഇരിക്കട്ടെ എന്ന് അപ്പോസ്തലനോട് ചേർന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളും പറയുന്നു. കർത്താവേ, ആമേൻ, ആമേൻ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മെ ഇത്രത്തോളം സ്നേഹിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഏവരോടും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് നമുക്ക് മഹത്വം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.